അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കള് കൊണ്ട് നിങ്ങൾ കുറേ വിഷമിക്കുന്നവരൊക്കെ കാണും, കുറച്ച് തലവേദനകളൊക്കെ കാണും. പലരുടെയും വീട്ടിലെ അയൽവക്കക്കാരെ പേടിച്ചറിഞ്ഞിരിക്കുന്ന മക്കളെ പേടിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മുടെ മക്കളെ ഏത് തരത്തിൽ കൂടി ആയിരിക്കണം നമ്മൾ മക്കളെ ഇനി മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ളത് ഒരു ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യമാണ്. ഇതുപോലെ പല സ്കൂളുകളിലും നമ്മളിങ്ങനെ പ്രോഗ്രാം നടത്തുന്നു. അതിന് ഏറ്റവും അധികം നമുക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും തരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗമാണ്. അവിടെ ഡോക്ടർ ഗംഗാജി കൈമൺ, ഡോക്ടർ വർഗീസ് പിന്നോസ്, അങ്ങനെ അവർ കൂടെയുള്ളവരുടെ ആ ഒരു സഹകരണവും പ്രോത്സാഹനവും കൊണ്ടാണ് നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ നടത്താനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും ഇനി സങ്കടപ്പെടാൻ പോകുന്നത് മക്കളെ കൊണ്ടാണ്. ഏറ്റവും സങ്കടപ്പെടാൻ പോകുന്നത്. മക്കളും അവസാനം സങ്കടപ്പെടുകയാണ്. നമ്മുടെ നവജീവനിൽ ഓരോ ദിവസവും എത്ര അപ്പന്മാരും അമ്മമാരും കരഞ്ഞുകൊണ്ട് വരുന്നു. കഴിഞ്ഞ 3 മാസം മുമ്പ് വന്നതാണ് സ്വന്തം മകൻ കഞ്ചാവ് ഉപയോഗിച്ച്, ലഹരി ഉപയോഗിച്ച് യാതൊരു ബോധവുമില്ലാതെ ഒരു മോനെ ഉള്ളൂ, എന്നല്ലേ ആരോഗ്യം. അപ്പനും അമ്മയും വന്ന് കരയാണ്. അവൻ സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്യുക, സ്വന്തം പെങ്ങന്മാരെ ബലാത്സംഗം ചെയ്യുക. ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ നവജീവനെ ഇരിക്കുമ്പോഴത്തേന് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു സങ്കടകരമായ കാഴ്ചകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി നമ്മുടെ മക്കളെ ഒരു നല്ല സ്വഭാവ രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഏറ്റവും വലിയൊരു അറിവ് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഇതുപോലെ പേരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ നിങ്ങളൊരു ഉപകാരം ചെയ്യണം. പറ്റുന്നവരെല്ലാം കൂട്ടിക്കൊണ്ടുവരണം. ഞങ്ങൾ പലയിടത്തും നടത്തും. ഇവിടെ എന്നാൽ നല്ല ആൾക്കാരുണ്ട്. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളുടെ നന്മയ്ക്കും കുടുംബത്തിൻ്റെ ദൈവാനുഗ്രഹത്തിനും വേണ്ടി ഞങ്ങൾ പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇനിയും ഇതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ വ്യക്തമായിട്ട് ആലോചിച്ചൊക്കെ അറിയിക്കുമ്പോൾ നിങ്ങൾ വന്ന് സഹകരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി ക്ലബ്ബ്, കുട്ടികൾക്ക് വേണ്ടി ചാരിറ്റി ക്ലബ്ബ് സ്വരൂപിക്കുകയാണ്. സ്കൂളിൻ്റെ പരിസരത്തുള്ള ആ വഴിയരികെല്ലാം നമ്മൾ വൃത്തിയാക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കൊച്ചിൻ്റെ പേരൻസിന് എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കാണ്, എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവിടെ ചെന്ന് കാണുക. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ നോട്ടീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തരികയും പിന്നെ ഒരവസരത്തിൽ വിളിച്ച് നിങ്ങളെ കൂട്ടുമ്പോൾ അതേക്കുറിച്ച് വിശദമായിട്ട് പറയുകയും ചെയ്യും. അപ്പം നമ്മുടെ മക്കളെ നല്ലവരായി വലിയവരായി കാണാനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മൾ അവർക്ക് നൽകുകയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ സമയമെടുത്ത് ഇതുപോലുള്ള മീറ്റിങ്ങിന് വരികയും ഒക്കെ ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒത്തിരിയേറെ ആഗ്രഹമുണ്ടാകും. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഡോക്ടർ ഗംഗാജി കൈമൺ ഇപ്പോൾ ഇനി മുതൽ 1 മണിക്കൂർ സമയം നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരാണ് ഇവിടെ കൂടുതലുള്ളത്. എന്ത് നല്ലൊരു കാര്യം കേട്ടാലും അത് അധികം കാലം തലയിൽ ഇരിക്കുകയില്ല. നല്ലതല്ലാത്ത എന്ത് കേട്ടാലും ഒരു 10-25 കൊല്ലം കഴിഞ്ഞാൽ അത് ഓർത്ത് പറയുകയും ചെയ്യും. അത് എല്ലാവരും ഉദ്ദേശിച്ചല്ല. അപ്പം ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളിൽ കൂടെ ഉള്ള ആ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അവരനേക വർഷങ്ങൾ രാത്രിയും പകലും അവരുടെ തൂക്കത്തേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചാണ് ഈ 1 മണിക്കൂർ പറയുന്നത്. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഞാൻ മെഡിക്കൽ കോളേജിലായിട്ട് ഒത്തിരി കാലം ഒരു ആ ഡോക്ടറെ ആകെപ്പാടെ നമ്മൾ തൂക്കി നോക്കുന്നതിനേക്കാൾ അതിൻ്റെ ഇരട്ടി തൂക്കമുള്ള പുസ്തകമാണ്. എല്ലാം ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചാണ് ഒരു മരുന്നിനെ കുറിക്കുന്നതും കാര്യം സംസാരിക്കുന്നതൊക്കെ. അപ്പം നമുക്ക് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പം നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇത് മുഴുവൻ കേട്ട് തലയെ വെച്ച് വീട്ടിൽ കൊണ്ടുപോകണം. വീട്ടിലുള്ളവർക്ക് ഉപകാരപ്പെടണം കേട്ടോ. നിങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒത്തിരി മീറ്റിങ്ങിന് പോകുന്നു. സ്ത്രീകൾ സാധാരണ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, കുടുംബത്തിലുള്ളവർ ചോദിക്കുന്നു, എന്നതാണ് ഈ പറഞ്ഞു? അത് നല്ലതായിരുന്നു, അത് കേൾക്കേണ്ടിയിരുന്നു. എന്നൊക്കെയാ പറഞ്ഞു? അത് നല്ലതായിരുന്നു, അത് കേൾക്കേണ്ടിയിരുന്നു. അത് നല്ലതായിരുന്നു, അത് കേൾക്കേണ്ടിയതായിരുന്നു. കാരണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന അയൽവക്കക്കാരുടെ ജീവിതമാണ്. നിങ്ങളുടെ ജീവിതത്തെ ശ്രദ്ധ കുറച്ചുകൊണ്ട്
അയൽവക്കക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അവരെ ശ്രദ്ധിക്കാനും ഒക്കെയാണ് കൂടുതൽ ആഗ്രഹം. അപ്പം അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടായി. നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുക. ഇവിടെ കേൾക്കുന്ന ദൈവം ഡോക്ടറിലൂടെ കേൾപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു നിങ്ങളുടെ മക്കൾക്ക് ഉപകാരപ്പെടാൻ, നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ ഒരു ആഗ്രഹം ഉണ്ടാകും. കാരണം അതിലുള്ള ഒരു വലിയ ആഗ്രഹവും വലിയൊരു സന്തോഷവും വലിയൊരു സമാധാനവും വലിയൊരു സങ്കടവും. സങ്കടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ വരാൻ ഇടയാകാതെ ഇരിക്കട്ടെ, മിക്കവാറും നിങ്ങളിൽ ആരില്ലെന്ന് അവധി എന്ന അവസാനം കിടക്കേണ്ടി വരും. വരാൻ ഇടയാകാതെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. അപ്പം നല്ല സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിലുണ്ടാകാൻ, നമ്മുടെ മക്കളിൽ കൂടി ഉണ്ടാകാൻ നമുക്ക് ഒത്തിരിയേറെ ആഗ്രഹമുണ്ടാകാം. ഒത്തിരിയേറെ സ്നേഹത്തോടും ആദരവോടും കൂടി എല്ലാവരെയും മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം. തോമസ് ചേട്ടനും ടീച്ചറൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഡോക്ടർ ഗംഗാജി കർമ്മൾ, കോട്ടയം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിയിലെ പ്രൊഫസറാണ്. അപ്പം ഇതുപോലെ തോമസ് ചേട്ടൻ പല സ്കൂളുകളിലും സന്മാർഗദർശനം എന്നുള്ളൊരു പരിപാടിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. കാരണം തോമസ് ചേട്ടൻ്റെ അനുഭവങ്ങളിൽ നിന്ന് വന്ന ചില കാര്യങ്ങൾ കണ്ടിട്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു തോമസ് ചേട്ടനായിട്ട് പലപ്പോഴും സംസാരിച്ചതെന്ന് ഞാൻ പറഞ്ഞതാ. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് തോമസ് ചേട്ടൻ ഇത് പറയുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ഏത് സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികളാണ് അല്ലേ. ഇവിടെ ഇരിക്കുന്ന പേരൻസ് കൂടുതലും ഏകദേശം ഏത് പ്രായമുള്ള കുട്ടികളുടെ പേരൻസ് ആയിരിക്കും? ഒരു 8, 9, 10 ആണോ അതോ ചെറിയ കുട്ടികളാണോ? എല്ലാവരും ഉണ്ട്. ജസ്റ്റ് കുട്ടികളുടെ ഒരു വളർച്ചയെ പറ്റിയും അവർക്കിടയ്ക്കുണ്ടാകാൻ സാധ്യതയുള്ള ചില മാനസിക ബുദ്ധിമുട്ടുകളെ പറ്റിയും പിന്നെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയും ചുരുക്കത്തിൽ 1 മണിക്കൂറൊന്നും ഇല്ല, ചെറിയ തോതിലൊന്ന് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുട്ടികളെ വളർത്തുമ്പോൾ നമുക്കൊക്കെ അറിയാം അല്ലേ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാവരും കേൾക്കും. അതിനകത്തൊരു സംശയമില്ല. ഇനി കേട്ടില്ലെങ്കിലും ചെറിയൊരു വഴക്ക്, ചെറിയൊരു കരച്ചിൽ, അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. എപ്പോഴാണ് നമുക്കിതൊരു കുട്ടികളെ വളർത്തുമ്പോൾ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായി വരണമെന്ന് തോന്നണത് അവരുടെ ഒരു ഏത് പ്രായത്തിലാണ്? പുറകിൽ ചെറിയ കുട്ടികളും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചാൽ. ടീനേജ് അല്ലേ, ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കാണ് ഈ കുട്ടികളിൽ നമ്മൾ വ്യത്യാസം കാണുന്നത്. അന്ന് വരെ നമുക്കൊരു വിഷമം വന്നാൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ കൂടെ ഇരിക്കുകയും ചെയ്യുന്ന കുട്ടികൾ ആ സമയം മുതൽ നമ്മൾ പറയണത് എന്നോട് വലിയ വില വയ്ക്കാണ്ട് നമ്മൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നു എന്നുള്ള രീതിയിൽ നമ്മളോട് പെരുമാറാൻ തുടങ്ങും. അപ്പം അതിന് പലവിധ കാരണങ്ങളുണ്ട്. ഇപ്പം ചെറിയ കുട്ടിയൊക്കെയാണെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ പിടിച്ചില്ലേലും പിള്ളേരും 3ലും 4ലും പഠിക്കുന്ന കുട്ടികൾ കയറി നമ്മുടെ അമ്മയുടെ അച്ഛനെയോ കൈ പിടിക്കും. ഒരു 10ാം ക്ലാസ് ആകുമ്പോൾ നമ്മൾ കയറി പിടിക്കാൻ തുടങ്ങിയാലോ അവർ നമ്മുടെ കൈ തട്ടി മാറ്റും. അപ്പം ഈ തരത്തിൽ അതൊക്കെ നോർമൽ ബിഹേവിയറാണ്, നോർമൽ തന്നെയാണ്. അപ്പം എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നതും ആ ഓരോ സമയത്തും അവരുടെ വളർച്ചയുടെ ഓരോ സമയത്തും നമ്മൾ അവരോട് പെരുമാറുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വളർത്തേണ്ടത്, മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഞാൻ അഡോളസെന്റ് ഏജിനെ ഞാൻ ഫോക്കസ് ചെയ്യണം. കാരണം കൗമാരപ്രായക്കാരായ കുട്ടികളാണ് ഈ പറഞ്ഞ പോലെ പലവിധ പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ 1 ലഹരി വസ്തുക്കളുടെ ഉപയോഗം, 2 ഫോണ്, മൊബൈൽ ഫോണിൻ്റെ പ്രശ്നം, പിന്നെ ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലേ, ചില ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നു, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരുടെ കാര്യമാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണത്. അപ്പം എന്താണ് ഈ ടീനേജിൻ്റെ പ്രത്യേകത? അല്ലെങ്കിൽ ഒരു 13, 14 വയസ്സാകുമ്പോൾ ഒരു 7, 8 വയസ്സുള്ള കുട്ടിയായിട്ട് വരുന്ന വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പം അതിനകത്ത് ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
നമ്മുടെ എല്ലാവരുടെയും ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. നമ്മുടെ ചുറ്റിനും എന്നുള്ള എല്ലാ വിവരങ്ങളും പലവിധ ഇന്ദ്രിയങ്ങൾ വഴി നമ്മുടെ തലച്ചോറിലെത്തണം അല്ലേ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇതുവരെയുള്ള അറിവുകളും വിശ്വാസങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നു. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇപ്പം തലച്ചോറ് ചെറിയ കുട്ടിയായിരിക്കുമ്പം മുതൽ അത് വികസിച്ച് വരികയാണ്. അപ്പം ചെറിയ പ്രായത്തിൽ 1 വയസ്സാവണ വരെ, ജനിച്ച കുട്ടി 1 വയസ്സാവുന്ന വരെയാണ് അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരണം അല്ലേ. നടക്കാൻ തുടങ്ങുക, സംസാരിക്കാൻ തുടങ്ങുക, ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിരുന്നിടത്തുനിന്ന് പതുക്കെ പതുക്കെ ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങി തലച്ചോറ് വികസിക്കുന്ന ഒരു സമയമാണ് അത്. പിന്നെ ഇതുപോലെ തലച്ചോറ് വികസിക്കുന്ന ഒരു സമയമാണ് കൗമാര പ്രായക്കാരൻ. ആ സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. നമ്മുടെ വികാരങ്ങൾ, ഇമോഷൻസിനെ നിയന്ത്രിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പം ഈ ഒരു പ്രായത്തിൽ നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ അങ്ങ് ഡെവലപ്പ് ചെയ്യും. അതുവരെ അച്ഛനോ അമ്മയോ പറയണത് ഒന്നും മിണ്ടാണ്ട് കേട്ട് അതിൻ്റെ ശരിയോ തെറ്റോ അതിനെ പറ്റി ഒന്നും ചിന്തിക്കാതിരിക്കുന്ന കുട്ടികൾ ആ സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് സ്വന്തമായ ഇമോഷൻസ് ഒരുപാടുണ്ടാവും. സ്നേഹം, ദേഷ്യം, സങ്കടം, ഉത്കണ്ഠ, കൂട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വീടുകളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇമോഷൻസ് ആണ്. ഇത് എല്ലാവർക്കും ഉണ്ട് ഇമോഷൻസ്. പക്ഷെ കുറച്ചുകൂടി മുതിർന്ന ആൾക്കാർക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിനെ അനലൈസ് ചെയ്ത് ചിന്തിച്ച് ഈ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഒരു 10-25 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ കുറച്ചുകൂടി നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പം അഡോളസൻസിൽ പറ്റണ എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ ഏരിയാസ് ഭയങ്കരമായിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്യും. ചിന്തിക്കേണ്ട ഭാഗങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം കുട്ടികൾ എന്താ, എടുത്തിയാട്ടം. അവർക്ക് പിന്നീടത്തേക്ക് ആലോചിക്കില്ല, കോൺസിക്വൻസസിനെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പം ഉള്ള പ്രശ്നങ്ങൾ എന്താണോ അതിന് എന്താ ചെയ്യാൻ പറ്റുക അത്രേ അവർ ചിന്തിക്കണുള്ളൂ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവരത് ചിന്തിക്കുന്നേ ഇല്ല. പ്രശ്നങ്ങളെ പറ്റിയോ പരിഹാരത്തിനെ പറ്റിയോ ചിന്തിക്കണില്ല. നമ്മൾ എന്ത് പറയണോ അതങ്ങ് കേൾക്കുക. അപ്പം നമ്മളോടുള്ള ആ ഒരു സങ്കടം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതപ്പം തന്നെ മാറും. അതൊന്നും വെച്ചുകൊണ്ടിരിക്കണില്ല. പക്ഷെ ഈ ഒരു പ്രായമാകുമ്പോഴത്തേക്കും അവര് ഇൻഡിപെൻഡൻ്റ് ആയി എന്നാണ് അവരുടെ ഒരു ധാരണ. ഇനി എന്തിനാ എൻ്റെ കാര്യം നോക്കണേ, എനിക്കറിയാലോ നോക്കാൻ, ഞാൻ പറയുന്നതാണ് ശരി, നിങ്ങൾക്കാർക്കൊന്നും അറിയത്തില്ല അല്ലേ. ഇതൊക്കെയല്ലേ നമ്മൾ എപ്പോഴും പറയണേ, ഏത് നേരം എന്തിനാ എൻ്റെ പുറകെ നടക്കണേ, ഈ മാതിരി ചോദ്യങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മളും ചെറിയ മാറ്റം വരുത്തണം. നമ്മൾ മനസ്സിലാക്കണം ഇത് കുട്ടികളുടെ സ്വാഭാവികമായ വളർച്ചയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളും ഒക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത്, നമ്മളുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പേരൻസ് പറഞ്ഞെന്തോ അതുപോലെ കേൾക്കുകയാണല്ലോ അപ്പോഴും നമ്മൾ ചെയ്തിരുന്നതെന്ന്. പക്ഷെ ഒന്ന് തിരിച്ചാലോചിച്ചാൽ നമുക്കും പിടികിട്ടും ആ ഒരു സമയത്ത് നമ്മളും നമ്മുടെ മാതാപിതാക്കളോട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് സാഹചര്യം ഇതിനും വളരെ ഭേദപ്പെട്ടതായിരുന്നു ഇല്ലേ. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ നമുക്ക് അറിയുള്ളൂ, നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമുക്കറിയുള്ളൂ. നമ്മുടെ ഒരു വീട്ടിലെ ആൾക്കാരെ ചുറ്റുമുള്ള കുടുംബങ്ങൾക്ക് അറിയാം. നമ്മൾ എവിടെ പോയാലും എന്ത് പോയാലും നമ്മുടെ മാതാപിതാക്കളോ അല്ലെ നമുക്ക് നമ്മളെ അറിയാവുന്ന ആൾക്കാരോ വിവരം വീട്ടിൽ അറിയിക്കും. നമ്മളെ ഒരു സ്നേഹത്തോടെ എന്നാൽ നിയന്ത്രിക്കാനുള്ള ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. തന്നെയല്ല ഒരു ലിമിറ്റഡ് സാധനങ്ങളെ അന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം, കണ്ണൂരും തിരുവനന്തപുരം. പണ്ട് ഈ വില്ലൂന്നിയും കോട്ടയവും പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലേ. ആ ഒരു വ്യത്യാസമാണ്, കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം ആയതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മളും കടന്നുപോയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ കടന്നുപോയ കാലഘട്ടത്തിന് വ്യത്യാസമുണ്ട്, ഇപ്പോഴത്തേതിന് വ്യത്യാസമുണ്ട്. ഇതിൽ ഇതാണോ നല്ലത് മറ്റേതാണോ നല്ലതെന്നുള്ള ചോദ്യമില്ല, എല്ലാം നല്ലത് തന്നെയാണ്. അത് ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പം ഇപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം കുട്ടികൾ മുതിർന്നു. അപ്പൊ പഴയ പോലെ നമ്മളൊന്ന് സങ്കടപ്പെട്ടാലോ
നമ്മളൊന്ന് ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത് പേരൻസ് യൂഷ്വലി ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്കൊരു സങ്കടം വരണമെന്നൊക്കെ അത് കൊച്ചു പിള്ളേരുടെ അടുക്കലേക്കും. കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ അവര് നമ്മളെ ഈ പരിപാടി തിരിച്ചു ചെയ്യും. അതാണ് ചെയ്യണത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പക്ഷെ അവർക്ക് കൃത്യമായി ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ളതായിട്ടില്ല. അത് പറഞ്ഞാൽ തൊട്ട് അവർക്ക് മനസ്സിലാവത്തുമില്ല. അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. കൊടുക്കണ്ടെന്നല്ല പറയണേ, സ്വാതന്ത്ര്യം കൊടുക്കണം. കൊച്ചു കുട്ടിയുടെ അതേ അന്ന് ഇപ്പം നീ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന എല്ലാം എന്നോട് പറയായിരുന്നു, എല്ലാം ഇത് ചെയ്യുമായിരുന്നു, നിന്റെ എല്ലാ കാര്യവും എനിക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവർ പറയത്തില്ല. അതേസമയം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും അതേസമയം സൂപ്പർവിഷൻ, അവരെ ഒരു നോട്ട് എപ്പോഴും വേണം. നമ്മൾ പറയണത് എന്താന്ന് വെച്ചാൽ, ഒരു കയറുണ്ടാവണം. ആ കയറിന് നല്ല നീളം പക്ഷെ ഉണ്ടാവണം. കയറിന്റെ അങ്ങേയറ്റത്ത് എന്ത് സംഭവിച്ചാലും നമ്മൾ അറിയണം. പക്ഷെ നമ്മളിങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കല്ലേ. പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ അവരത് മുറിച്ച് മാറാൻ നോക്കും. അപ്പം ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കണം, അവരുടെ വ്യക്തിത്വത്തെ മാനിക്കണം. പക്ഷെ അതേ സമയം തന്നെ ഇതാണ് അവരുടെ പ്രശ്നം, അവരുടെ തലച്ചോറ് ഇമോഷണൽ ഏരിയാസ് വികസിച്ചു. അതുകൊണ്ട് അവർ അബദ്ധങ്ങളിലും മണ്ടത്തരങ്ങളിലും ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മൾ നോക്കണം. അപ്പൊ ഈ വിവരം കുട്ടികൾക്ക് മനസ്സിലാവണ ഭാഷയിൽ കുട്ടികൾ, ഞാനിതിപ്പോ ഈ രീതിയിൽ ഇത് പറയണം. ഞാൻ പറഞ്ഞു കുട്ടികളും മാതാപിതാക്കളും കൂടി ഇരിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് ക്ലാസ് എടുക്കണമെന്നുള്ള വിവരം ഞാൻ പറഞ്ഞു. ഇവിടെ കുറച്ച് കുട്ടികളും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഈ രീതിയിൽ പറയണേ കേട്ടോ, നിങ്ങളോട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ തലച്ചോറ് അത്രയധികം വികസിച്ചിട്ടില്ല. എടുത്തുചാട്ടം മറ്റു പ്രശ്നങ്ങളും നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ മാതാപിതാക്കൾ പറയണത് അനുസരിക്കുന്നതാണ് ഏറ്റവും നമുക്ക് നല്ലത്. ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ലല്ലോ, കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാ പറയണേ കേട്ടോ, അവര് പറയണത് ശരിയല്ലല്ലോ എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം എല്ലാ കുട്ടികളോടും എപ്പോഴും പറയണതാ, സ്വന്തം മാതാപിതാക്കളോളം നമ്മളെ സ്നേഹിക്കണ ഒരാളും ഒരു കാലത്തും ഉണ്ടാവത്തില്ല. സ്വന്തം കുഞ്ഞിന് ദോഷം വരണമെന്നും പറഞ്ഞ് സാധാരണഗതിയിൽ മാതാപിതാക്കളൊന്നും ചെയ്യത്തില്ല. പിന്നെ മനുഷ്യരാണ്, തെറ്റുകൾ എല്ലാവർക്കും പറ്റാം. നല്ലതെന്ന് വിചാരിച്ച് ചെയ്യണത് ചിലപ്പോൾ അബദ്ധങ്ങളാവാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് കുഴപ്പമുണ്ടാക്കണ ഒരു കാര്യം മാതാപിതാക്കള് ചെയ്യത്തില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്ത് കാര്യം. ഈ റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി പെൺകുട്ടികൾ ആൺകുട്ടികൾ ഈ പല വിധത്തിലുള്ള ബന്ധങ്ങളിൽ പെടുമല്ലോ. ഞങ്ങൾ ഒരുപാട് പേര് കാണാറുണ്ട് ഇത് കഴിഞ്ഞിട്ട് ചെറിയ സൂയിസൈഡ് അറ്റംപ്റ്റും ഒക്കെ ആയിട്ട് വരുന്നത്. ഈ ബന്ധങ്ങളിൽ പെടുന്നപ്പോൾ പലപ്പോഴും ആ ആളുമായിട്ടുള്ള താല്പര്യത്തിലും കൂടുതൽ സ്വന്തം മാതാപിതാക്കളോടുള്ള വിരോധത്തിന് പുറത്തേ വരെ പോണേ. പിടികിട്ടിയോ? അപ്പൊ അത് കുട്ടികള് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ പറയും നമുക്ക് 3 തരം കോണ്ടാക്ട്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഈ കൈയുടെ ഉള്ളിൽ നമുക്ക് കയറ്റാൻ പറ്റണ ആൾക്കാര്, എന്നുവെച്ചാൽ നമ്മളോട് അത്ര അടുപ്പമുള്ള, അത് നമ്മുടെ അച്ഛനമ്മമാര്, നമ്മളെ കുഞ്ഞിലെ മുതലേ വളർത്തിയ നമ്മുടെ ഗ്രാൻഡ് പേരൻസോ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട അങ്കിൾ ആൻറ്റി, നമ്മുടെ സിബ്ലിങ്സ്, അത്രയും പേരെയെ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസിൽ കയറ്റാൻ പാടുള്ളൂ. വേറെ ആരും അതിനകത്ത് കയറാൻ നമ്മൾ അനുവദിക്കരുത്. കൂട്ടുകാർ നമ്മൾ തോളത്ത് കൈയിട്ട് നടക്കരുത് എന്നല്ല ഞാൻ പറയണത്, ഞാൻ ലിറ്ററൽ മീനിങ് അല്ല പറയണത്. പക്ഷെ നമ്മുടെ ആ ഒരു സ്പേസിലേക്ക് കുട്ടികളായിരിക്കുമ്പോഴല്ല, ഏത് കാലത്തും വേറൊരാളും കയറാൻ നമ്മൾ അനുവദിക്കരുത്. അതിൻ്റെ അടുത്ത സ്പേസ് ആണ് നമ്മുടെ അധ്യാപകര്, നമുക്ക് വേണ്ടപ്പെട്ട വേറെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിനും, അല്ലേ? നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകര്. പക്ഷെ മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പേരുമായിട്ട് നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ട്. അവരെല്ലാം അതിനും അപ്പുറത്ത് നിൽക്കുന്നവരാണ്. അപ്പൊ ആ നിൽക്കേണ്ട സ്ഥലത്ത് അവര് നിൽക്കണം. അവരാരെയും ഇപ്പുറത്തോട്ട് കയറാൻ തുടങ്ങിയാൽ നമ്മളത് അനുവദിക്കരുത്. അത് കുട്ടികളുടെ കാര്യമല്ല, മുതിർന്നവരുടെ കാര്യത്തിലും പറയേണ്ടതാണ്. നമ്മൾ ഒരാളുടെ ആ സ്പേസിൽ ചെന്ന് കയറാൻ ശ്രമിക്കുകയും ചെയ്യില്ല. ഇതും കഴിഞ്ഞിട്ടാണ് ലോകത്തുള്ള ബാക്കിയുള്ളവർ, ഈ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന ആൾക്കാരും ഏതോ നാട്ടിലിരുന്ന് നമ്മൾ പറയണതിന്
കൈവക്കുകയോ അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആൾക്കാർ. ഇതെല്ലാം അത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ലെവലിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോ അല്ലെ നമുക്ക് അതേപോലെ ഉള്ള നമ്മൾ ഒന്നും അല്ലാതിരുന്ന കാലത്ത്, നമ്മളിപ്പോ ഇങ്ങനെ നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കാതിരുന്ന കാലത്ത് നമ്മളെ സൂക്ഷിച്ച് സുരക്ഷിതമായിട്ട് കൊണ്ടു നടന്ന ആൾക്കാരാണ് ഫസ്റ്റ് ഇത്. അത് കഴിഞ്ഞിട്ടാണ് കൂട്ടുകാര്, അധ്യാപകര്, നമ്മൾ ഡെയിലി ലൈഫിൽ ഇടപെടുന്ന മറ്റാൾക്കാരൊക്കെ. അതും കഴിഞ്ഞിട്ടേ ഉള്ളൂ സോഷ്യൽ മീഡിയ. ഞാൻ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയാൻ വന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ തോമസ് ചേട്ടൻ തന്നെ പറഞ്ഞു, ഫോൺ ഉപയോഗം ഒരു വലിയ പ്രശ്നമാണ് അല്ലേ, കുട്ടികളുടെ ഇടയിൽ വലിയൊരു പ്രശ്നമല്ലേ. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ട് എന്താണ് ഇവർ ഉപയോഗിക്കണേന്ന്? ഫോണിൽ എന്താ ഇവർ ചെയ്തോണ്ടിരിക്കണേ? മാതാപിതാക്കളല്ലേ ഇരിക്കണേ, നമുക്കറിയില്ല എന്താ ഇവർ ഫോണിൽ ചെയ്യണത്. യൂട്യൂബ് വീഡിയോ കാണണം, ഒരു മേജർ സംഭവം യൂട്യൂബ് വീഡിയോയിൽ എന്ത് വീഡിയോയാ കാണണേ? ഗാർഡനിങ്, ക്ലീനിങ്, അതാ യൂട്യൂബ്. ഈ ഇതാണ് എന്താ നല്ലത് എന്താ ചീത്ത നമുക്ക് പറയാനില്ല, എല്ലാം നല്ലതാണ്. പക്ഷെ യൂട്യൂബില് വീഡിയോസ് കാണും, വീഡിയോസിൽ പലതും കാണും. ആ കാണുന്നതില് ഒരുപാട് കാര്യങ്ങൾ നല്ലതുണ്ട്, നല്ലതില്ല എന്നല്ല പറയണേ. പലപ്പോഴും വേണ്ടാത്ത കാര്യങ്ങൾ യൂട്യൂബിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ കാണുന്ന വീഡിയോ നല്ലതായിരിക്കും, അടുത്തത് വരുന്നത് ചിലപ്പോൾ പ്രശ്നമായിരിക്കും. ഇതിൽ കണ്ടുപോയി കഴിഞ്ഞാൽ ചില കുട്ടികൾ, എല്ലാവരും നല്ല പറയണത്, ഈ വേണ്ടാത്ത വീഡിയോസ് കണ്ടുപോകുന്നത് ഒരെണ്ണം കാണുമ്പോൾ എന്താണ് ആ എക്സ്പ്ലോറേഷൻ എന്താണെന്ന് അറിയാനുള്ളൊരു ത്വരയുള്ള സമയം ഇത്. ഞാൻ പറഞ്ഞല്ലോ ഇമോഷൻസ് വെച്ചു. അപ്പം അടുത്തത് എന്താണെന്ന് നോക്കി കൂടുതൽ കുഴപ്പമുള്ള സാധനങ്ങളിലേക്ക് പോകും. അത് അവർക്ക് അറിഞ്ഞുകൂടാ, ഈ മൊബൈലിൽ ഇങ്ങനെ പോവും എന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അറിഞ്ഞിട്ടല്ല പോണത്, നമ്മൾ അറിയാണ്ട് ക്ലിക്ക് ചെയ്യണ ഒരു സൈറ്റ് ചിലപ്പോൾ ഒരു പ്രശ്ന സൈറ്റിലായിരിക്കും ചെല്ലണേന്നറിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം, ഇപ്പൊ ഗാർഡനിങ് കണ്ടു തുടങ്ങിയ ഒരു കുട്ടി അടുത്തത് വേറൊരിടത്ത്, അടുത്തതെന്ന് പറയുന്നത് എന്തായിരിക്കും, ചിലപ്പം ഗേ ലെസ്ബിയൻ സെയിം സാധനമായിരിക്കും, വേറെ എന്തെങ്കിലും ഇതായിട്ടായിരിക്കും വരിക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാതാപിതാക്കളോട് പറയണം. അവരത് പറയണേ, നമ്മളെന്താ ചെയ്യണ്ടേ? ഇരുത്തി ഉപദേശിച്ചു കഴിഞ്ഞാൽ ഒരു പിള്ളേരും യൂഷ്വലി കേൾക്കത്തില്ല. അപ്പൊ അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യണതിൽ ലിമിറ്റ് ചെയ്യണം. ഈ സാധനങ്ങൾ കൊച്ചുകുട്ടികൾക്ക് എന്തായാലും സ്വന്തം ഫോണിന്റെ ആവശ്യമില്ല, സ്വന്തം ഫോൺ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ കൊടുക്കുന്ന എന്താ, മാതാപിതാക്കളുടെ ഫോണാണ്. അവരത് എന്തിനു വേണമെന്ന് പറഞ്ഞോണ്ടാ മേടിക്കണേ? വീഡിയോ കാണാനൊന്നല്ലല്ലോ, പഠിക്കാനുണ്ട്, അല്ല അതുണ്ട് ഇതുണ്ട്, എന്തെങ്കിലും പഠിക്കാനുള്ളത് നോക്കാനുണ്ട്, ടീച്ചർ തന്ന ഹോംവർക്ക് നോക്കാനുണ്ട്, തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പൊ ഈ 2 കൊല്ലം കൊണ്ട് ഈ കൊറോണ വന്നേ പിന്നെയാണ് ഇത് ഇത്ര പ്രശ്നമായിരിക്കുന്നത്. അതുവരെ ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല. ഓൺലൈൻ ക്ലാസ്സസ് വന്നതിന് ശേഷം നമുക്ക് നിവൃത്തിയില്ല, ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഈ 2-3 കൊല്ലം കൊണ്ട് ഭയങ്കരമായ ഒരു വ്യത്യാസമാണ് വന്നത്, അല്ലെങ്കിൽ ഇത്ര ഉണ്ടായിരുന്നില്ല. അപ്പം ഇനി ഇപ്പൊ ഏതായാലും അല്ലാത്ത ഓഫ്ലൈൻ ക്ലാസ്സുകളായല്ലോ, ടീച്ചർമാര് യൂഷ്വലി അവർ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കും. അതിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവരിത് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, എത്ര നേരം വേണം എന്ന് ക്ലിയർ ആയിട്ട് നോക്കി ഒരു കോമൺ സ്പേസിൽ മുറിക്കകത്ത് അടച്ചിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. അല്ലാണ്ട് പഠിക്കുമ്പോൾ ശരി, അവരുടെ സ്പേസ് ഉണ്ട്, അവരുടെ സ്ഥലമുണ്ട്, സമാധാനമുള്ള സ്ഥലത്തിരുന്ന് പഠിച്ചോട്ടെ. പക്ഷെ ഈ ഫോണിൽ നോക്കി എന്തെങ്കിലും ചെയ്യേണ്ട സമയം കോമൺ ആയിട്ടുണ്ടാവണം. ഏകദേശം എത്ര സമയം അത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ ഈ ഫോൺ കൊടുക്കാൻ, ഇപ്പം ഓഫ്ലൈൻ ക്ലാസ് ആയല്ലോ, ഫോൺ കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് പറയണം, ഇത്ര സമയം തരത്തുള്ളൂ, ഈ രീതിയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് കൊടുത്തിട്ട് പറയണം. നമുക്ക് ഫോൺ ലോക്ക് ചെയ്യാം, ലോക്കൊക്കെ അവർ സുഖമായിട്ട് അൺലോക്ക് ചെയ്യും, ഏത് ലോക്കും അവർ കണ്ടുപിടിക്കും. പക്ഷെ ഫോൺ നമുക്ക് നമ്മുടെ ഫോൺ, ഒരു മദർ വന്നതാണ്, ഗെയിമിംഗ് ആണ് പ്രശ്നം, ഒരു രക്ഷയില്ല ഫോണിൽ ഗെയിമിങ്, ഒരു രക്ഷയില്ല. അപ്പൊ പിന്നെ അവസാനം എന്താ ചെയ്ത്,
ഇവരോട് പറഞ്ഞ് ഇവർ വീട്ടിലുള്ള സമയം വർക്കിംഗ് മദറാണ്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ഫോൺ എടുക്കും. പക്ഷെ അത്യാവശ്യം വേറെ കോളൊന്നും വരില്ല. അപ്പൊ കുട്ടിയോടും പറഞ്ഞ് അമ്മയോടും പറഞ്ഞ് ഫോൺ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നു കഴിഞ്ഞാൽ ഫോൺ അലമാരിയിൽ പൂട്ടി വയ്ക്കുക. അമ്മ ഒരൊറ്റ കോൾ എടുക്കത്തില്ല. വിളിക്കാനുള്ളവരൊക്കെ ഇപ്പം ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ആ ടൈം പറഞ്ഞിട്ട് ആ ടൈമിൽ കുറച്ച് സമയം ഫോൺ എടുക്കും. അതേപോലെ കുട്ടിക്ക് കളിക്കാനും കൊടുക്കും. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ. ബാക്കി സമയം ഫോണ് പൂട്ടി വെച്ചിരിക്കുക. നമ്മുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും വിളിക്കും, അപ്പൊ തന്നെ ഫോൺ എടുക്കും. തന്നെയല്ല, നമുക്ക് നോക്കണം വാട്സാപ്പിൽ എന്താ വന്നിരിക്കണം, ഫേസ്ബുക്കിൽ എന്താ വന്നിരിക്കണം. നമുക്ക് നോക്കാതിരിക്കാൻ നമുക്ക് പറ്റൂല. ഉടനെ നമുക്ക് റിപ്ലൈ ചെയ്യണം. അതിനകത്ത് വരുന്ന വീഡിയോസ് നമ്മൾ കാണണം. ഈ പരിപാടികൾ ഫസ്റ്റ് നമ്മൾ നിർത്തണം. നമ്മൾ ഫോണ് ഇപ്പൊ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം പണ്ട് ലാൻഡ് ഫോണല്ലേ ഉണ്ടായിരുന്നുള്ളൂ. വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കോമൺ ആയിട്ടായിരുന്നു. അപ്പം നമ്മളെ ചില വീട്ടുകാരൊക്കെ വിളിക്കും, ബന്ധുക്കൾ വിളിക്കും. പക്ഷെ നമ്മൾ ആ സമയത്ത് ഫോൺ എടുത്തില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് പിറ്റേ ദിവസം തിരിച്ചു വിളിക്കാം. ഒരു എമർജൻസിയാണ് ആൾക്കാർ നമ്മളെ അറിയിക്കും. അതിനകത്ത് സംശയമൊന്നും വേണ്ട. അല്ല, അങ്ങനെ ഒരു എമർജൻസി വരുന്ന സിറ്റുവേഷനാണ് നമുക്കറിയാം. എവിടുന്ന് ഒരു കോൾ വരാനായിട്ടെന്ന് നമ്മൾ അറിയണുണ്ടല്ലോ. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെയാണ്. അപ്പം നമുക്ക് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് നടന്ന കുഴപ്പമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ വീട്ടിൽ വന്നു കഴിയണ സമയത്ത് നമ്മൾ ഈ ഫോൺ സാധനം എടുത്ത് മാറ്റി വെച്ചാൽ തന്നെ ഇവർ ഈ സാധനം എടുക്കണത് കുറയും. ഇത് പുറത്തിരിക്കുമ്പോഴാണ് ഇവരിത് എടുക്കുന്നത്, അല്ലേ? ആ ഒരു അവസരം കുറയ്ക്കുക. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം പിന്നെ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്ര സമയമേ ഉപയോഗിക്കുള്ളൂ ഒരു ദിവസം. ഇപ്പൊ കുട്ടികളുമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളോട് ഇന്ന് മുതൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരാരും കേൾക്കാൻ പോകണില്ല. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ തോമസ് ചേട്ടൻ പറഞ്ഞ പോലെ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ വന്ന ക്ലാസ് എടുത്തു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഫോണ് പേരൻസും ഉപയോഗിക്കുന്നത് കുറഞ്ഞേ പറ്റുള്ളൂ. അതിന് ഈ സമയത്ത് പിള്ളേരെ വീട്ടിലുള്ള സമയത്ത് ഫോൺ നമ്മൾ പൂട്ടി വയ്ക്കാൻ പോവുക. ഫോൺ എടുക്കുന്നില്ല, സൈലന്റിലിട്ട് പൂട്ടി വെച്ചു. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഫോൺ സൈലന്റിലിട്ടിട്ട് ബാഗിനകത്ത് ഇരിക്കണതാണ്. ഈ ഒരു മണിക്കൂർ എന്നെ അത്ര ഒരു എമർജൻസി വേണ്ടുണ്ട്, തീർച്ചയായിട്ടും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അവരെന്നെ അറിയിക്കും. അങ്ങനെയുള്ളതാണ്. അല്ലാത്ത ഒന്നും എമർജൻസി അല്ല. അത് കഴിഞ്ഞടച്ചാൽ മതി, അല്ലേ? ഇവിടെ ഇപ്പൊ എല്ലാവരും ഫോണോ സൈലന്റിലിട്ടിട്ട് ഒന്നും സംഭവിക്കണില്ലല്ലോ ആർക്കും. ഇതേപോലെ തന്നെ വൈകിട്ട് ഒരു 5 മണി മുതൽ 10 മണി വരെയുള്ള സമയം വീട്ടിൽ ഫോൺ പൂട്ടി വെച്ചു എന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോണില്ല. അത് നിർബന്ധമായിട്ട് നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇത് ചോദിക്കുന്നതും എടുക്കുന്നതിനുമുള്ള സാഹചര്യം കുറയും. പലപ്പോഴും ചെയ്തു കഴിഞ്ഞ് വഴക്ക് പറയുന്നതിനേക്കാളും നല്ലത് ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറയാം. ഇപ്പൊ വൈകിട്ട് 7 തൊട്ട് 7:30 വരെയോ എത്രയാ ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കണം. നമ്മൾ അവിടെ പുറകെ പോയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ല. പക്ഷെ നമ്മൾ അതിലെതിരെ പോകുമ്പോൾ നമുക്കൊരു നോട്ടം ഉണ്ടാവും. അല്ലാണ്ട് ഞാൻ കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ ചെയ്യാവുള്ളൂ, നീ എന്താ ചെയ്യണമെന്ന് മുഴുവനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അവരുടെ സ്വാതന്ത്ര്യം കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കണം. പക്ഷെ സ്വാതന്ത്ര്യത്തിനെ സൂപ്പർവൈസ് ചെയ്യണം. നമ്മൾ കോമൺ സ്ഥലത്തിരുന്ന് നോക്കിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം, ഇവരിനി എന്തെങ്കിലുമൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ അതിനെപ്പറ്റി പറയാൻ വന്നാൽ നമ്മൾ അതിലൊരു താല്പര്യം കാണിക്കണം. പലപ്പോഴും പറ്റുന്നത് നമുക്കിതിനെപ്പറ്റി അറിഞ്ഞൂടാ, അല്ലെ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും ഇവർ ചെയ്യണത്. തുടക്കത്തിൽ കുട്ടികൾ നമ്മളോട് പറയാൻ വരും. അപ്പം നമ്മളെന്ത് ചെയ്യും? നമുക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് കേൾക്കാൻ നിൽക്കില്ല. നമുക്ക് താല്പര്യമില്ലാത്ത സാധനമോ നമുക്ക് അറിവില്ലാത്ത സാധനമാണെങ്കിലും നമ്മുടെ കുട്ടികൾ നമ്മളോടൊരു കാര്യം വന്ന് പറഞ്ഞാൽ അത് പഠിച്ചെടുക്കാൻ നമ്മൾ തയ്യാറാവണം. എന്ത് കാര്യമാണേലും നമ്മളെ കൊണ്ട് പറ്റും. ഈ കുട്ടികളല്ലേ, ഈ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ചെയ്യണ കാര്യങ്ങൾ അവർ നമ്മുടെ അടുക്ക വന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അല്ല, പക്ഷെ എന്തിനെ പറ്റിയാണ്. അപ്പം നമുക്ക് പിറ്റേ ദിവസം ചോദിക്കാൻ പറ്റും ഇവർ ചെയ്യണത് എന്താണ്.
അതൊരു ചോദ്യം ചെയ്യലാവില്ല. ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചോദിക്കുമ്പോഴാണ് കുഴപ്പം. നീ എന്താ ചെയ്യണേ? അതേസമയം വിശേഷം അറിയുന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. അതാണ് പേരൻസിന്റെ പെരുമാറ്റത്തിൽ വരേണ്ട മാറ്റം. കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പ്രായമാകുമ്പോൾ ചെറിയ കുട്ടികളെ അത് ചെയ്യുമെന്ന് പറയാം. ഈ പ്രായത്തിൽ അങ്ങനെ പറയുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത്. പക്ഷെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന രീതിയിൽ അതിനാണ് സൂപ്പർവിഷൻ. ആ കയറിന് നല്ല നീളം വേണം. നീളം ഉണ്ടെങ്കിലും ശരി, അപ്പുറം എന്ത് സംഭവിച്ചാലും അറിയണം. അറിയാതെ വരുന്നതാണ് നമുക്ക് അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. ഇപ്പൊ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ആകപ്പാടെയുള്ള ഒരു വഴി നമ്മൾ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക. പ്രശ്നമുള്ള കുടുംബം, ഇപ്പൊ എല്ലാവർക്കും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. കുട്ടികൾ അരമണിക്കൂർ യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലാത്തപ്പോൾ ഫോൺ എടുക്കണില്ല, അങ്ങനത്തെ കാര്യമല്ല പറഞ്ഞു. ഒരു പ്രശ്നമുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് തോന്നണോ നമ്മുടെ കുഞ്ഞ് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൈവിട്ട് പോണതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്കൂളിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലേ. ഇവൻ നമുക്ക് തന്നെ എന്ത് ഗ്രൂപ്പുണ്ട്. 1ാം ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ്, 2ാം ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പ്, ഇത്രയധികം ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ കുട്ടികൾക്കും ഗ്രൂപ്പുകളുണ്ട്. അപ്പം അത് സ്കൂളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു കുട്ടിയോട് മാത്രമായിട്ട് നിയന്ത്രിക്കാൻ പ്രയാസമാണ്. അപ്പം സ്കൂളിൽ നിന്ന് ഇപ്പം എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ട്, അല്ലെ എന്തെങ്കിലും ഇൻഫർമേഷൻ തരുന്നുണ്ടെങ്കിൽ ഇതുപോലെ PTA മീറ്റിങ്ങിൽ കുട്ടികളോട് പറയാം, ഈ സ്കൂളിലെ ഒരു കുട്ടി രാത്രി 9:30 ശേഷം മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും. എന്താ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, രാത്രി 9:30 ശേഷമായിരിക്കും ഇവർക്ക് മെസ്സേജ് വരുന്നത്. അപ്പൊ നമ്മൾ ഒരാളോട് പറയും പറ്റൂല എന്ന് പറയും. അപ്പൊ അവര് ചോദിക്കുന്നത് എന്താ, ബാക്കി പിള്ളേർക്കൊക്കെ ചെയ്യാലോ, പിന്നെ എന്നോട് മാത്രം എന്താ കുഴപ്പമെന്ന്. അത് മൊത്തത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സ്കൂളിലെ ഇപ്പം 10A കുട്ടികൾ ആരും തന്നെ 9:30 ശേഷം മൊബൈൽ യൂസ് ചെയ്യത്തില്ല. എല്ലാ വീട്ടിലും അങ്ങനെയാണ്. അപ്പൊ പിന്നെ വേറെ മെസ്സേജ് വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ട്. അതുപോലെ ടീച്ചേഴ്സ് മറ്റേ കൊറോണയുടെ സമയത്ത് ക്ലാസ് എടുക്കുമ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, അന്ന് എല്ലാം ഓൺലൈൻ ആണല്ലോ. ടീച്ചേഴ്സ് വാട്സാപ്പിലാണ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്, നോട്ട്സ് കൊടുക്കുന്നത്. അപ്പം പിള്ളേരെ നേരെ ഇതെടുത്തോണ്ടിരിക്കും. അതിന് സ്കൂളിനൊരു ടൈം ടേബിൾ ഉണ്ടല്ലോ. അന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ, പേരൻസിന്റെ മൊബൈൽ യൂസ് ചെയ്യണ കാരണം വൈകിട്ടും രാവിലെ ഒക്കെയായി ടൈം ടേബിൾ ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ എന്നാൽ പോലും അതിന് ഒരു ഫിക്സഡ് ടൈം, അത് പേരൻസ് അറിഞ്ഞിരിക്കണം. ആ സമയത്ത് ചെയ്യാറുള്ളൂ. അപ്പോൾ സ്കൂളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എല്ലാ കുട്ടികളും എല്ലാ പേരൻസും ഒരു തീരുമാനം എടുക്കുക, ഇന്ന സമയത്തിന് ശേഷം മൊബൈലിൽ യൂസ് ചെയ്യില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞ് കൂട്ടിവെക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗം ഒരു പ്രശ്നമായി വരുന്ന ആൾക്കാരുടെ കാര്യമാണ്. അല്ലാണ്ടുള്ളവരുടെ കൂട്ടിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അവരും കുഴപ്പത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് രാത്രിയിൽ മൊബൈലും വെച്ചുകൊണ്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലാസിന്റെ മൊത്തമായിട്ടൊരു തീരുമാനം എടുക്കണം. അതേപോലെ ഒരു ചിട്ട വേണം. ചിട്ടയില്ലാത്തതാണ് ഒരു മേജർ പ്രശ്നം. അതും കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് വന്നു പോയൊരു പ്രശ്നമാണ്. അതിനു മുന്നേ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് കൃത്യമായി സ്കൂളിൽ പോയി തിരിച്ചു വന്ന് കളിച്ച് പഠിച്ച് കിടന്നുറങ്ങണ പിള്ളേര് ഇത് വന്നോടെ നേരെ അല്ലേ തോന്നിയ സമയത്ത് എഴുന്നേക്കും, പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ വന്നിരിക്കും. ഈ പരിപാടികളാണ്. അപ്പൊ അത് ഇനിയിപ്പോൾ അതായത് സ്കൂൾ തുറന്ന സ്ഥിതിക്ക് വീണ്ടും ഒരു ചിട്ടയിൽ എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ചിട്ട വളരെ നിർബന്ധമാണ്. അത് മുതിർന്നിട്ട് ചിട്ട ഉണ്ടാക്കാൻ ശ്രമിക്കല്. ചെറിയ കുട്ടികൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ആയിരിക്കുമ്പോൾ മുതലേ വീട്ടിലും ഒരു ടൈം ടേബിൾ ഉണ്ടാവണം. ഇന്ന സമയത്ത് എഴുന്നേക്കണം, ഇന്ന സമയത്തെ കാര്യങ്ങൾ ചെയ്യണം, ഇത്ര സമയത്ത് ഉറങ്ങണം. ആ പ്രായത്തിൽ നമുക്കത് നടത്താൻ എളുപ്പം. 8ാം ക്ലാസ് ആയി കഴിഞ്ഞിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേർ സമ്മതിക്കില്ല. അപ്പോൾ ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾ ഇപ്പം മുതലേ ഒരു ചിട്ട കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ട് നിർബന്ധമായിട്ട് അതുപോലെ തന്നെ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഉറങ്ങണ സമയം, എണീക്കണ സമയം, TV കാണുന്ന സമയം, മൊബൈൽ യൂസ് ചെയ്യണ സമയം ഒക്കെ നമുക്ക് ലിമിറ്റ് ചെയ്യാം. അത് ചെറിയ കുട്ടികളിലെ മാനേജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ചെറിയ കുട്ടികളുടെ പ്രശ്നമായിട്ട് ഞങ്ങളുടെ അടുക്ക വരണ
മിക്കവാറും എല്ലാവരോടും നമ്മൾ പറയണ എന്താ, കൂടുതലും മാതാപിതാക്കളുടെ വലിയ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കൊച്ചു കുട്ടികളുടെ 5 വയസ്സോ 6 വയസ്സോ ഉള്ള ഒരു കുട്ടിയെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കില്ല. അത് മാതാപിതാക്കളുടെ കുഴപ്പമാണ്. ആ പ്രായത്തിൽ എന്തായാലും നിയന്ത്രിക്കാൻ പറ്റും ഇല്ലേ? അത് നിയന്ത്രിക്കാനായിട്ട് ഉള്ള കഴിവ് നമുക്കുണ്ടാവണം ഫസ്റ്റ്. പക്ഷെ അതിന് വേണ്ടത് നമുക്കൊരു നിയന്ത്രണം വേണം. നമുക്കൊരു നിയന്ത്രണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റും. തന്നെയല്ല, ആ ഒരു ചിട്ട വേണം. പിന്നെ വേറൊരു പ്രശ്നം ഇപ്പം കാണുന്നേ, എല്ലാം എൻ്റെ ഇഷ്ടം അല്ലേ, എന്ത് പറഞ്ഞാലും അതെനിക്കിഷ്ടം, അല്ല അതെൻ്റെ ഇഷ്ടം, അതെന്തിനാ ചോദിക്കേണ്ടത്? ഈ റൈറ്റ്സ് അല്ലേ, നമ്മുടെ എല്ലാ കാര്യവും അത് ഈ 10ാം ക്ലാസ് വരെ അല്ല, അതും കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അത് കുട്ടികൾ ശ്രദ്ധിച്ചോണേ. അതായത് എല്ലാവരും അവരുടെ റൈറ്റ്സിനെ പറ്റി ഭയങ്കര ബോധവാന്മാരാണ്. എനിക്ക് ഈ അവകാശം, എനിക്കിതുണ്ട്, എനിക്കിത് വേണം എന്നുള്ളത്. പക്ഷെ ഇതുകൊണ്ട് നമ്മുടെ റൈറ്റ്സിന്റെ പുറത്ത് നമ്മൾ ചെയ്യണ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം എടുക്കാൻ നമ്മളാരും തയ്യാറല്ല. റെസ്പോൺസിബിലിറ്റി, റൈറ്റ്സിനോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ചെയ്യണ പ്രവൃത്തിക്ക് കോൺസിക്വൻസസ് ഉണ്ട്. എന്ത് പ്രവൃത്തിയാണേലും, നല്ലതാണേലും ചീത്തയാണേലും, നല്ലത് ചെയ്താൽ അതിന് ഇന്നല്ല നാളെ അതിനൊരു ഫലം ഉണ്ടാവും. ചീത്ത ചെയ്താൽ ഇന്നിപ്പം നമ്മൾ രക്ഷപ്പെട്ടാലും നാളെ അത് പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഉത്തരവാദിത്വ ബോധം ചെറുപ്പം മുതലേ വളർത്തിയെടുക്കണം. ഉത്തരവാദിത്വ ബോധം വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും എല്ലായിടത്തും ഒക്കെ വായിക്കണുണ്ടാവും, ചെറിയ പ്രായത്തിലെ കുട്ടികളെ ചെറിയ ചെറിയ വീട്ടുകളിലെ ജോലികളിൽ ഏർപ്പെടുത്താനും അത് പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഒരു സ്ട്രക്ചേർഡ് പാറ്റേൺ എന്നുവെച്ചാൽ ചുമ്മാതെ ഓരോ ദിവസം ഓരോ ജോലിയല്ലാണ്ട് ഒരു സ്ട്രക്ചേർഡ് പാറ്റേണും അതിൽ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇനിയിപ്പോൾ പിള്ളേർ എന്തെങ്കിലും ചെയ്താലും അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളതിനെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ കാണത്തില്ല പലപ്പോഴും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യണത് നമ്മൾ നോക്കണം, കാണണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. അവരിൽ നിന്ന് ഏത് പെരുമാറ്റമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പെരുമാറ്റം ഉണ്ടാവാനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കണം ചെറിയ കുട്ടികളിൽ. അതാണ് ചെറിയ ചെറിയ ജോലി ചെയ്യിപ്പിക്കുന്നതൊക്കെ. എന്നിട്ട് അത് പ്രോത്സാഹിപ്പിച്ചു കൊടുത്ത് ഒരു ചിട്ടയുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും. പിന്നെ ഇത് ഗേൾസ് സ്കൂളാണ്, ബോയ്സ് ഇല്ലല്ലോ അല്ലേ. അപ്പൊ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വലിയൊരു പ്രശ്നം പെൺകുട്ടികളുടെ ഇടയിൽ ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ 10ാം ക്ലാസ് വരെ ഒന്നും വലിയ കുഴപ്പം കാണുന്നില്ല, ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. അപ്പം ഇതെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ മീഡിയയ്ക്ക് ഒരു റോളുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂല. സിനിമ, അവർ കാണുന്ന ചുറ്റുപാട് കാണുന്ന കാര്യങ്ങൾക്കൊരു റോളുണ്ട്. അതെല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് അല്ലേ. കുട്ടികളെ പറയേണ്ട മുതിർന്നവർക്കും ഒരു റോളുണ്ട്. പണ്ട് ആഘോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ ഇത്ര ഒരു മദ്യപാനം ഉണ്ടായിരുന്നു, ഉണ്ടെങ്കിലും ശരി ഒളിച്ചും പാത്തേ ഉള്ളൂ അല്ലേ. ഇത് ഞാൻ 2 അടിച്ചു എന്നുള്ളത് അടിച്ച് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവം എന്തായാലും. പണ്ട് കാലത്ത് സിനിമയിൽ ഒരു കഥാപാത്രം ഒരു ഷോപ്പിലേക്ക് കയറുന്നുണ്ട്, തലയിൽ കൂടി മുണ്ടും ഇട്ടിട്ടേ പോവുള്ളായിരുന്നു. ഇപ്പം എങ്ങനെ? അത് നമ്മളെ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ കുട്ടികളെ അതപ്പോ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കണം. അതിനകത്തൊക്കെ എല്ലാത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ മാറ്റം വരുത്താൻ പറ്റത്തില്ല, താഴെ എഴുതി വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം, ഈ കാണുന്നത് ഒരു സാധനം ചെയ്യുന്നുണ്ട്, ചെയ്യണ ആൾക്ക് ആവശ്യത്തിന് കാശും ബാക്കി കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇതിൽ പെട്ടു പോണ ആൾക്കാരാണ് പ്രശ്നത്തിൽ ചെല്ലുന്നത്. അപ്പൊ ഈ കാണുന്നത് എല്ലാം ഒന്നും യാഥാർത്ഥ്യമല്ല. പിന്നെ ഒരു സെൽഫ് എസ്റ്റീം വേണം, ഞാൻ എന്നുള്ള ഒരു ബോധ്യം വേണം. വേറെ ആരുടെയും അപ്രീസിയേഷന് വേണ്ടിയിട്ടോ വേറെ ആരുടെയും എന്താ പറയണ്ടേ സന്തോഷത്തിനോ സങ്കടത്തിനോ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ
നന്നായി എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് നല്ല രീതിയിൽ, ചുറ്റിനും എന്തും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് നല്ല രീതിയിൽ ചെയ്യേണ്ട രീതിയിൽ നേരായ വഴിയിൽ കൂടിയേ പോകത്തുള്ളൂ. അതിനകത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടം ഉണ്ടായാലും ശരി, അത് ഞാനങ്ങ് സഹിച്ചു. നമുക്ക് എല്ലാവരും നന്നാക്കാൻ പറ്റില്ല, പക്ഷെ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരാളുടെ മുന്നിൽ തല കുനിക്കേണ്ട ഒരു ആവശ്യം വരരുത്. അപ്പൊ ആ ഒരു ആത്മാഭിമാനം ഉള്ളപ്പം ചിലപ്പോൾ ചില നഷ്ടങ്ങളൊക്കെ നമുക്കുണ്ടാവും. ചെറുതായിട്ടൊന്ന് കണ്ണുടച്ചാൽ ചില ലാഭം ഉണ്ടാവുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാവും. പക്ഷെ ഇന്നും നാളെ അല്ല, ഇപ്പോഴത്തെ കാലമല്ല, ദീർഘകാലം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഈ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുകയാണ്. നാച്ചുറലി ആത്മാഭിമാനം ഉണ്ടാവും, ഇല്ലേ? ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം, എൻ്റെ അവകാശത്തോടൊപ്പം തന്നെ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നാച്ചുറലി ബാക്കി കുറേ കാര്യങ്ങൾ തനിയെ വന്നോളും. അപ്പം ഇതൊക്കെയാണ് യൂഷ്വലി പേരൻറ്റിങ്ങിൽ നമ്മൾ പറയണത്. കുട്ടികളുടെ തലച്ചോറിൻ്റെ വികസനം ആ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും, അപ്പം അതിനെ മാനേജ് ചെയ്യാൻ നമ്മളുടെ പെരുമാറ്റത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളും സൂപ്പർവിഷൻ വളരെ അത്യാവശ്യമാണെന്ന് കുട്ടികളോട് പറയണത്. ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ സ്പേസിലേക്ക് വേറെ ആരും കയറാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. കുട്ടികളോട് പറയും, എല്ലാവരോടും പറയുന്നതാ. പലപ്പോഴും ഈ പേരൻസും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത പലരെയും നമ്മൾ നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറ്റണത് കൊണ്ടാണ്. നമ്മൾ ആരുടെയും സ്പേസിൽ കയറാൻ പോവില്ല. അങ്ങനെ ആരെങ്കിലും നമ്മുടെ സ്പേസിൽ കയറണമെന്ന് നമുക്ക് തോന്നിയോ അവരെ അവിടെ നിർത്തുക. നമുക്കൊരു ഡിസ്കംഫർട്ട് തോന്നും. ഇത്രയും മുതിർന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് നമുക്ക് തോന്നും. എന്നിട്ട് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാവും പലരും മിണ്ടാതിരിക്കണം. അങ്ങനെ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട, പക്ഷെ നമുക്കത് നിർത്താൻ പറ്റും. നമ്മളത് ചെയ്യുന്നത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പൊ അതിനുള്ള ഒരു ധൈര്യവും തൻ്റെ ഇടവും നമുക്കുണ്ടാവണം, എന്നാലേ കുട്ടികൾക്കുണ്ടാവുള്ളൂ. പേടി അല്ല വേണ്ടത്. പേടി എന്ന് പറയുന്നത് വേറൊരാളെ അല്ല, സ്വയം ഒരു നിയന്ത്രണമാണ് വേണ്ടത്. ആ നിയന്ത്രണം ഉണ്ടാക്കാനായിട്ട് ചെറുപ്പത്തിൽ മുതലേ ശീലിപ്പിച്ചാലേ പറ്റുള്ളൂ. വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ പ്രായത്തിൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് നോക്കി ശരിക്കും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. പിന്നെ കുട്ടികളിൽ കാണുന്ന ചില മാനസിക ബുദ്ധിമുട്ടുകൾ, ഈ ഒരു പ്രായത്തിൽ വരുന്ന ചില മാനസിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നതാണ് ഉത്കണ്ഠ രോഗങ്ങൾ, വിഷാദ രോഗങ്ങൾ, ഒബ്സഷൻ എന്നൊക്കെ പറയുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഈ പ്രായത്തിലുണ്ടാവാം. അതായത് അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കുട്ടിക്ക് ആവശ്യമില്ലാത്തൊരു ടെൻഷൻ, പരീക്ഷയെ പറ്റിയ ടെൻഷൻ, പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു വറീസ്, പെട്ടെന്ന് സങ്കടം വരണോ, പെട്ടെന്ന് ദേഷ്യം വരണോ, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാൾ 2-3 മാസമായിട്ട് പെരുമാറ്റത്തിൽ കൃത്യമായ ഒരു വ്യത്യാസം കാണുകയാണെങ്കിൽ, സങ്കടം, ദേഷ്യം, പലവിധ ശാരീരിക അസ്വസ്ഥതകൾ, ശ്വാസം മുട്ടൽ, വയറുവേദന, ഇങ്ങനത്തെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോക്കണം. അതേപോലെ തന്നെ പഠിക്കുന്ന കാര്യം, പഠിത്തത്തിന് നമ്മളെല്ലാവരും ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പഠിത്തത്തിന്. അത് നമ്മുടെ നാടിൻ്റെ ഒരു സാഹചര്യം കൊണ്ട് നമ്മളത് ചെയ്യണതാണ്. അത് തെറ്റല്ല. കാരണം ജീവിച്ചു പോകണമെങ്കിൽ നന്നായി പഠിക്കണം, നല്ല ജോലി കിട്ടണം, അല്ലേ? അത് നമ്മുടെ ഒരു സാഹചര്യം കാരണമാണ് നമ്മളത് കൊടുക്കുന്നത്. മിക്കവാറും എല്ലാവർക്കും പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ പഠിക്കാൻ ചില കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യത്തിൽ കുറച്ച് കഴിവ് കുറവായിരിക്കും. ബുദ്ധിശക്തിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അക്കാഡമിക് എബിലിറ്റീസ്, കണക്ക്, അല്ല മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജ്, അങ്ങനത്തെ സാധനം പഠനപരമായ കാര്യങ്ങളിൽ മാത്രമായിട്ട് ചെറിയൊരു കഴിവ് കുറവായിരിക്കും. ഈ കുട്ടിയുടെ പഠിത്തം, നമ്മുടെ ഒരു കൾച്ചറിൽ പഠിത്തത്തിനാണ് ഏറ്റവും പ്രാധാന്യം. മറ്റ് കഴിവുകളൊന്നും നോക്കണില്ല. ഇപ്പൊ തന്നെ പറഞ്ഞു യൂട്യൂബിൽ ഗാർഡനിങ് കാണുന്നു. അപ്പൊ ആ കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്, പക്ഷെ വേറെ കഴിവുകൾ കുട്ടികൾക്കുണ്ട്. ആ കഴിവുകൾ എന്താണ് ചെറുപ്പത്തിലെ മാതാപിതാക്കളെ തിരിച്ചറിയണം.
അത് നമ്മളൊന്ന് നോക്കിയാലേ അറിയുള്ളൂ. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോ നമുക്ക് നമ്മുടെ കുട്ടികളുടെ കഴിവ് ചെറുപ്രായത്തിലേ അറിയാൻ പറ്റും. പക്ഷെ ചിലർക്ക് പടം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് സ്പോർട്സിലായിരിക്കും, ചിലർക്ക് കൃഷിയിലായിരിക്കും, ചിലർക്ക് മൃഗങ്ങളെ വളർത്തുന്നതിലായിരിക്കും, ചിലർക്ക് ഗാർഡനിങ്ങിലായിരിക്കും, ചിലർക്ക് കുക്കിങ്ങിലായിരിക്കും, ചിലർക്ക് മെഷീനറിയിലായിരിക്കും, സാധനങ്ങൾ ഉണ്ടാക്കണതിലായിരിക്കും. അപ്പം ഈ തരത്തിലുള്ള കഴിവുകൾ ചിലർക്ക് പഠിക്കാൻ മാത്രമേ കഴിവുണ്ടാവുള്ളൂ, ചിലർക്ക് പാട്ട് പാടുന്നതിലായിരിക്കും. അപ്പം എല്ലാവർക്കും എല്ലാ കഴിവും ഒരുപോലെ ആയിരിക്കില്ല. വളരെ അപൂർവം ആൾക്കാരുണ്ടാവും ഓൾറൗണ്ടേഴ്സ് ആയിട്ട്. ബാക്കിയുള്ളവരൊക്കെ ഒരുമാതിരി എല്ലാവരും ഒരേപോലെ തന്നെ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിശക്തി ഒന്ന് തന്നെ, അതിനകത്ത് യാതൊരു സംശയമില്ല, അല്ലേ? പിന്നെ സാഹചര്യവും മറ്റു കാര്യങ്ങളും കൊണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണെന്നേ ഉള്ളൂ. അപ്പം അതാണ് സംഭവിക്കുന്നത്. എല്ലാവരുടെയും ബേസിക് സംഭവം നമ്മളാരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പിന്നെ എന്താ വ്യത്യാസം വരണേന്നുള്ള ഭാഗമാണ് ഈ ചുറ്റിനുമുള്ള നമ്മുടെ സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഈ രണ്ട് കാര്യവും വെച്ചിട്ടാണ് കാര്യങ്ങൾ മാറണത്. അപ്പം ആ ഭാഗമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ കുട്ടികൾ, ചെറിയ കുട്ടിക്ക് തന്നെ മറ്റേതെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ പഠിത്തത്തോടൊപ്പം തന്നെ ആ കഴിവ് തിരിച്ചറിഞ്ഞ് ചെറിയ പ്രായത്തിലേ അത് പ്രോത്സാഹിപ്പിക്കണം. പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓവർ പ്രോത്സാഹനമാണ്. അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ കുഞ്ഞൊരുമാതിരി നന്നായിട്ട് ഡാൻസ് കളിക്കും, അല്ല എന്തെങ്കിലും ചെയ്യും, എന്താ ചെയ്യുന്നത്? ഒട്ടനെ അതിൻ്റെ വീഡിയോ എടുത്ത്, നമ്മളിട്ടില്ലേ ശരി, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ വന്ന് അതിൻ്റെ വീഡിയോ എടുത്ത് ഫാമിലി ഗ്രൂപ്പിലും നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. അത് ചെറിയ കൊച്ചാണ്, പിന്നെ പോട്ടെ, സാരമില്ല. ഇത്തിരി വലിയ കുട്ടിയാണ്, അത് കാണും. അപ്പൊ എത്ര പേര് കൈപൊക്കി, എത്ര പേര് സംശയപ്പെട്ടു, ഈ ടെൻഷനാണ്. ഇതെല്ലാം മറ്റുള്ളവരെ കാണിക്കാനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ തോമസേട്ടൻ പറഞ്ഞ പോലെ മറ്റുള്ളവർ എന്താ ചെയ്യണേ, അല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുക. അത് വേണ്ട, നമുക്ക് വേണ്ടിയാണ് ജീവിക്കണം, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്രത്യേക കാര്യങ്ങളുമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായ കഴിവുകളും നമ്മളുടേതായ സാഹചര്യങ്ങളും ഉണ്ട്. അത് വലിയ കുഴപ്പമൊന്നും, ആരോഗ്യം ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ഒരു സാഹചര്യം വച്ചിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പ്രോത്സാഹിപ്പിക്കുമ്പോൾ പലപ്പോഴും എന്താ പറയേണ്ടത്, ഭയങ്കര സ്പെഷ്യലാണ്, ഇതിനേലും വലിയൊരു സംഭവം ഇല്ല എന്നുള്ള മട്ടിൽ പ്രോത്സാഹിപ്പിക്കാതെ അതിനൊരു ലിമിറ്റ് വേണം. വേണ്ട രീതിയിൽ ആവശ്യത്തിന് പ്രോത്സാഹനം കൊടുക്കണം, അടിച്ചമർത്താൻ പോവല്ല. ആവശ്യത്തിന് പ്രോത്സാഹനം പറ്റുവാണെങ്കിൽ അതിന് വേണ്ട ട്രെയിനിങ്ങും കൊടുക്കുക. ആയിട്ട് ആ വഴിയും കൂടി നോക്കുക. പഠിത്തം മാത്രമല്ല, 10ാം ക്ലാസ്സിലും ഇതിലും കണക്ക് വളരെ പ്രയാസമുള്ള ഒരു കൊച്ചിനെ പിടിച്ച് എഞ്ചിനീയറിങ്ങിന് കൊണ്ട് ദയവ് ചെയ്ത് ചേർക്കരുത്. അതേപോലെ തന്നെ പിന്നെ ഒരു മേജർ സാധനമാണ് ആൾക്കാർ മുഴുവൻ പോണ നഴ്സിങ്. നഴ്സിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അത് ഇഷ്ടമില്ലാണ്ടും ആ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തവർക്കും പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആത്മാർത്ഥമായി ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഡോക്ടറുടെ പ്രൊഫഷൻ അത്രയും പ്രശ്നമില്ല, മാറിയിരുന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ചെയ്യണത് അത് ഭയങ്കര അത്രയ്ക്ക് സ്ട്രെസ്സും അത്രയ്ക്ക് ബഹുമാനിക്കേണ്ടതുമായ ഒരു പ്രൊഫഷനാണത്. അപ്പം എല്ലാവരും അവിടെ പോകുന്നു, എന്നിട്ട് എല്ലാവരും പുറത്തു പോകണമെന്ന് പറഞ്ഞ് അത് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കുട്ടിയെ പിടിച്ച് അതിൽ ചേർക്കരുത്. ഞങ്ങൾ കാണുന്ന 2 മേജർ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ നമ്മുടെ അടുക്ക പ്രശ്നമായിട്ട് വരണവര്, ഇത് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് പിന്നീട് വരണവര്, ഈ 2 ഗ്രൂപ്പിൽ നിന്ന് ഒത്തിരി കുട്ടികൾ വരാറുണ്ട്. ചോദിക്കുമ്പോൾ അടുത്ത വീട്ടിൻ്റെ അടുത്തുള്ളവരെല്ലാവരും ഇതിന് പോയി, അതുകൊണ്ട് ഞങ്ങളും കൊണ്ട് ചേർത്തു. അതാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലായി പോയി, തിരിച്ചു കിട്ടത്തില്ല, പൈസ അടച്ചു, ലോൺ എടുത്ത പൈസ അടച്ച് 100 കൂട്ടം പ്രശ്നങ്ങളാണ്. പിന്നെ ഉള്ള കാര്യം, കുട്ടികൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം ഇപ്പം നമ്മുടെ ഒരു കുറച്ചു കാലം മുന്നേ വരെ ഉണ്ടായിരുന്നില്ല, ഇപ്പം നമ്മുടെ ചുറ്റിനും ഉണ്ട്, ഇല്ലേ? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ സ്കിൽ ഡെവലപ്മെന്റ്, നമുക്ക് പലതും അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഗവൺമെന്റിന്റെ തന്നെയാണ്. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു കൗൺസിലർ ഉണ്ട്.
അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള അല്ലെ ചെറിയ കുട്ടികൾക്കുള്ള എന്തെങ്കിലും സർവേ നടത്താനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കണുണ്ട്. അപ്പം നമ്മുടെ ഈ പിള്ളേർക്ക് നല്ല എനർജിയാണ്. ഈ അഡോളസെന്റ് ഏജിൽ ഭയങ്കര എനർജിയാണ്. ഈ എനർജി കുഴപ്പമുള്ള സാധനത്തിലേക്ക് പോവാണ്ട് നല്ല സാധനത്തിലേക്ക് വിടാനായിട്ടുള്ള അവസരങ്ങൾ ഇപ്പം നമ്മുടെ ചുറ്റിനും ഉണ്ട്. പക്ഷെ നമ്മൾ അറിയണില്ല. ഇപ്പം നവജീവൻ പോലുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു വോളണ്ടറി വർക്ക് ചെയ്യാം. ഇഷ്ടമില്ലാത്ത ആളെ അതിന് വിടരുത്, മനസ്സിലായോ? പക്ഷെ അതിനോടൊരു ആറ്റിറ്റ്യൂഡും സ്നേഹമുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും വിടണം. വിട്ടു കഴിഞ്ഞാൽ അതെ, അതേപോലെ തന്നെ ഈ നമ്മുടെ അവിടെയൊക്കെ കുടുംബശ്രീക്കാര് വെറുതെ കിടക്കണ പറമ്പിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു കാര്യത്തിൽ ഉത്തരവാദിത്വബോധത്തോടെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഇപ്പം നമ്മുടെ ചുറ്റിനും ഉണ്ട്. സ്കിൽ ഡെവലപ്മെന്റ് സാധനങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഈ അക്ഷയ കേന്ദ്രത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും. ഒരുപാട് സ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളിൽ പോവുക. അതുപോലെ പേരൻസിന്റെ ജോലി, ഇപ്പം ഇലക്ട്രീഷ്യൻ അല്ലെ പ്ലംബർ, ആ മാതിരി ജോലികൾ, ക്ലറിക്കൽ വർക്കിന്റെ കാര്യമല്ല ഞാൻ പറയണേ, അതല്ലാത്ത ജോലികളുള്ളപ്പോൾ ഒരു ഇത്തിരി സെമി സ്കിൽ വർക്കുകൾ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ വെക്കേഷനും മറ്റു സമയത്തും നമ്മുടെ കൂടെ കൂട്ടുക. അത് അവർക്ക് വലിയൊരു പ്രയോജനം ചെയ്യാൻ പോണത്. ഇതൊക്കെ നമ്മുടെ മുന്നത്തെ ജനറേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പഠിക്കുക മാത്രമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ഇത്തിരി കൂടി മുന്നിലോട്ട് നോക്കി. ചിലപ്പോൾ നമ്മളൊക്കെ ആയിരുന്നപ്പോൾ പിന്നെ കുറെ പഠിത്തമായി കാണും. പക്ഷെ അതിന് മുന്നത്തെ ആൾക്കാർ വീട്ടിലെ പണി ചെയ്യുമായിരുന്നു, പശുവിനെ കറക്കുമായിരുന്നു. വീട്ടില് ഞാൻ ആലപ്പുഴ ഭാഗത്തുനിന്ന് ചകിരി വിരിക്കുന്നുണ്ട്, അതിന് കൂടുമായിരുന്നു, കപ്പയിടാൻ പോവായിരുന്നു, ഒക്കെ ചെയ്യുമായിരുന്നു, അതിന് വെള്ളം ഒഴിക്കുമായിരുന്നു. അപ്പൊ സമയം അവരുടേത് സ്ട്രക്ചേർഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. മാതാപിതാക്കൾക്ക് ഒരു കുട്ടീനുണ്ട്, അവർക്ക് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഇന്ന സമയത്ത് ഇന്നത് ചെയ്താലേ സമയത്ത് നടക്കുള്ളൂ. ഇത്തരം സൗകര്യങ്ങളില്ല. കുട്ടികളും അത് പാലിച്ചിരുന്നു. ഇപ്പം മാതാപിതാക്കൾക്കും കുട്ടീനില്ല, കുട്ടികൾക്കും ഇല്ല. അപ്പൊ ആ ഒരു സ്ട്രക്ചേർഡ് സാധനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ലഹരി വസ്തുക്കളുടെ കാര്യം ഞാൻ പെൺകുട്ടികളായതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. പക്ഷെ ഗെയിമും ഫോണിലെ സോഷ്യൽ മീഡിയയും ആണ് ഒരു വലിയ പ്രശ്നം. അത് കണ്ട് മറ്റുള്ളവരുടെ അപ്രീസിയേഷന്റെ പുറത്തല്ല നമ്മൾ നിൽക്കണേ, നമ്മുടെ സ്വന്തം ഇതിന്റെ പുറത്താണ് നമ്മൾ നിൽക്കണത്. നമ്മൾ നമ്മുടെ കാലിലാണ് നിൽക്കണത് എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറി മോഡൽ ചെയ്തേ പറ്റുള്ളൂ. എന്നാലേ കുട്ടികളെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പല കുടുംബങ്ങളിലും ഒരു വലിയ പ്രശ്നമാണ്. പേരൻസ് ടീച്ചർ മീറ്റിങ്ങിലും ഇവിടെ നോക്കുമ്പോഴത്തേക്കും അമ്മമാരാ കൂടുതൽ, അച്ഛന്മാര് കുറവാണ്. അച്ഛനും അമ്മയ്ക്കും തുല്യ ഉത്തരവാദിത്വം ഉണ്ട് കുട്ടികളുടെ കാര്യത്തിൽ, അല്ലാണ്ട് വീട്ടിലെ ഒരാളുടെ ഉത്തരവാദിത്തമല്ല. അപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗമൊക്കെ വീടുകളിൽ നിർത്തിയേ പറ്റൂ. പൂർണ്ണമായിട്ടും നിർത്താനായിട്ടോ അല്ല ചെയ്യാൻ പാടില്ല എന്നോ അല്ല പറയണം. പക്ഷെ ഇതൊരു വലിയ കാര്യമാണെന്നുള്ള ഭാവത്തിലെങ്കിലും ചെയ്യാതിരിക്കുക. നമ്മൾ ചില സോഷ്യൽ സിറ്റുവേഷൻസിൽ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ലഹരിക്ക് അടിമയാവത്തില്ല. പക്ഷെ ഈ പ്രായത്തിൽ തലച്ചോറ് വികസിക്കുന്ന പ്രായം, ഒരൊറ്റ തവണ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള മാനസിക രോഗം തന്നെ വരും. ആ ലെവലിൽ പോകും. ഒരു 10-35 വയസ്സായിട്ട് ഒരു തവണ ഉപയോഗിക്കണ മാതിരിയല്ല 17-18 വയസ്സിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ മാതിരി കാര്യങ്ങൾ അത് വീടുകളിൽ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ട് നിയന്ത്രിച്ചേ പറ്റുള്ളൂ. പറഞ്ഞ പോലെ നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അവര് മക്കൾ അറിയാണ്ട് ഒളിച്ചും പാത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മക്കൾ അറിഞ്ഞുകൊണ്ട് ആ പരിപാടി വലിയ കാര്യമായിട്ട് ചെയ്യുന്നതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഗെറ്റ് ടുഗദേഴ്സ്, പാർട്ടികൾ, ആ സംസ്കാരമേ മാറി, അതൊക്കെ കൂടി ഇല്ലേ? ഫാമിലി ഇത് കൂടി. ഈ പണ്ട് ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും പണിയുണ്ട്, വേറെ ആൾക്കാരെ ലയിപ്പിക്കണം, പാചകമുണ്ട്, പന്തലുണ്ട്, പണിയുണ്ട്. ഇപ്പൊ പോകുമ്പോഴോ ഇതിനൊക്കെ വേറെ പണിക്കാരുണ്ട്.
അവിടെ പോയിരുന്ന് നമ്മളെന്താ ചെയ്യണേ? അപ്പൊ ആ ഒരു വ്യത്യാസ സാഹചര്യത്തിൽ വന്നു. ആ വ്യത്യാസം അതിൻ്റെ ഗുണവശങ്ങൾ നമുക്ക് കിട്ടുകയും ദോഷവശങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുകയും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം സൂക്ഷിച്ചേ പറ്റുള്ളൂ. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ പറയണില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. നിങ്ങൾ ഇപ്പോൾ പേരൻസ് ആണല്ലോ, വീട്ടിൽ പറ്റുന്ന എന്തെങ്കിലും ചെറിയ നമ്മുടെ വീട്ടിലോ അല്ല നമുക്ക് അറിയാവുന്ന ആർക്കെങ്കിലോ ഒക്കെ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി വേണം സംസാരിക്കാം. ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മേഡം അതിനെ കുറിച്ചുകൂടി ഒന്ന് ക്ലാസ് എടുക്കുവായിരുന്നെങ്കിൽ. ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഒക്കെ പണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ജനറേഷനിൽ എല്ലാവരും തുടങ്ങി 10ാം ക്ലാസ്സിൽ സോഷ്യൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ സമയത്ത് ആഘോഷിക്കാനായിട്ടുള്ളതാണ്. പക്ഷെ അന്നും ഒളിച്ചും പാത്തുമൊക്കെ ചെയ്യത്തുള്ളൂ. ഇപ്പം അങ്ങനല്ല, അതിനു മുന്നേ കുട്ടികൾ തുടങ്ങും. അത് ആ ഒരു പ്രായം കുട്ടികളുടെ തലച്ചോറ് വികസിക്കുന്ന പ്രായമാണ്. ആ സമയത്ത് ഇൻസൾട്ട് എന്നാണ് ഞങ്ങൾ പറയേണ്ടത്. ഈ തരത്തിലുള്ള ലഹരി ഉപയോഗം കാര്യമായ മാനസിക രോഗത്തിന്റെ ലെവലിൽ വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്കറിയാം കുട്ടികളുടെ ഒരു ചിട്ട വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുട്ടി ഇന്ന സമയത്ത് പോകണം, ഇന്ന സമയത്ത് വരുന്നു, ഇന്ന ആൾക്കാരാണ് കൂട്ടുകാര് എന്നൊക്കെ അറിയാം. അപ്പം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളത് നോക്കിക്കൊണ്ട് നടന്നാൽ പറ്റില്ല. പക്ഷെ അവരുടെ റുട്ടീനിൽ വ്യത്യാസം വരണം. ദിവസവും 4:30 അല്ല 5 മണിക്ക് വീട്ടിൽ വരുന്ന ആള് 5:10 ആവുന്നു. ഒരുപാട് വേണ്ട, ഒരു ദിവസം 5:10 ആവണോ ഓക്കെ, പക്ഷെ ഡെയിലി ഇത്തിരി ലേറ്റ് ആവേണ്ട ആവശ്യം എന്താ? അപ്പം നമ്മൾ ചോദിക്കുക, പലപ്പോഴും ഈ പ്രായത്തിലെ കുട്ടികൾ കൂട്ടുകാർ പിയർ പ്രഷർ എന്ന് പറയും, കൂട്ടുകാരുടെ പ്രഷറിന്റെ പുറത്താണ് ഇത് വരുന്നത്. അപ്പം 5 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ഇത്തിരി പ്രശ്നമുള്ള കുട്ടി, എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടാൻ സാധ്യതയുള്ള കുട്ടി. ബാക്കി 4 പേരും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഈ ഒരാളുടെ ഇൻഫ്ലുവൻസ് ആണ്. കുട്ടികളോട് പറയണേ, ഇപ്പൊ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയും, എന്താ പറയണേ? ഓ, നിനക്ക് അമ്മയെ പേടിയാണോ, അച്ഛനെ പേടിയാണോ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ചെയ്തില്ലേല് ആൺപിള്ളേരാണ്, ആണത്തില്ല. ഈ മാതിരി ഡയലോഗുകളാണ് കുട്ടികൾ പറയണത്. അപ്പൊ നമ്മൾ ആ ക്ലാസ് എടുക്കുമ്പോൾ ഒരു സ്ലൈഡ് ഉണ്ട്. നമ്മുടെ ധൈര്യവും തൻ്റെ ഇടവും നമ്മൾ എങ്ങനെ കാണിക്കണേ? ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നിടത്ത് നിൽക്കും. ഇവരാരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ സാധനം ഉപയോഗിക്കില്ല. ആ ഉപയോഗിക്കില്ല എന്ന് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമാണ്. അതാണ് ശരിക്കുള്ള ധൈര്യം. അല്ലാണ്ട് 4 പേര് ഉപയോഗിക്കാൻ പറഞ്ഞ ഉടനെ ഉപയോഗിക്കുന്നത് ധൈര്യമല്ല. അപ്പം ആ കാര്യങ്ങളൊക്കെ അത് കുട്ടികളോടുള്ള ക്ലാസ്സിലാണ് പറയണത്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ ഇപ്പൊ ക്ലാസ് എടുത്ത് ഞാൻ പറയണ മാതിരിയല്ല. പക്ഷെ ഒരു ചെറിയ പ്രായത്തിൽ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആവുമ്പോഴൊക്കെ തന്നെ നമ്മൾ പതുക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ചുറ്റിലും ലോകം മുഴുവൻ ചീത്തയാണെന്നുള്ള രീതിയിലല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതും ശരിയായ കാര്യങ്ങൾ പറയാൻ പറ്റണം. തെറ്റായ കാര്യങ്ങൾ നിർബന്ധം പിടിച്ച് പറയുന്നതല്ല. പക്ഷെ അത് പറയാനായിട്ടുള്ള ധൈര്യമാണ് ശരിക്കുള്ള ധൈര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ചെറിയ കുട്ടികൾക്ക് ഇപ്പം സ്കൂളുകളുടെ ചുറ്റിനും നിന്നൊക്കെ അബദ്ധത്തിൽ കിട്ടുന്നുണ്ട് സാധനങ്ങൾ. മുട്ടായികള്, നാക്കിൽ വയ്ക്കുന്ന സാധനമൊക്കെ വെറുതെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറ്റും. ആദ്യത്തെ തവണ ഇത് കിട്ടുമ്പോഴേ നമ്മുടെ അടുക്കൽ ഇത് പറയാനുള്ള ധൈര്യം ആ കുട്ടിക്ക് വേണം. വന്ന് പറയുമ്പോൾ നമ്മളാകപ്പാടെ പാനിക്കായി, എവിടുന്നാ നിനക്ക് കിട്ടിയ, ഞാൻ സ്കൂളിൽ ചെന്ന് പറയും, അല്ലെങ്കിൽ കൊച്ചിനെ വഴക്ക് പറയുമോ, നമ്മള് ടെൻഷൻ അടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിള്ളേര് പറയാൻ മടിക്കും. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. നമ്മളത് ശാന്തമായിട്ട് പരിഹരിച്ചു കൊടുക്കും. പക്ഷെ നമ്മളോട് പറയണം. അതാണ് ഞാൻ ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരണം. ചെറിയ കുട്ടിയെ, അയ്യോ മോനെ നീ ഇങ്ങനെ പറഞ്ഞാലെന്ന് പറഞ്ഞ് നമ്മളൊന്ന് കരയുന്ന ഭാവം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊച്ചു വന്ന് നമ്മുടെ ഒക്കെ ഒന്ന് ഉമ്മ തരും. പക്ഷെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ശരിക്കും കരഞ്ഞാൽ അവർക്ക് ദേഷ്യവും പേടിയും കൂടത്തേ ഉള്ളൂ.
അപ്പം ഇതെല്ലാം മാറ്റണം. നമ്മുടെ രീതി മാറ്റിയേ പറ്റുള്ളൂ. നമ്മൾ ഫേം ആയിരിക്കണം, നമ്മൾ കാമായിരിക്കണം. പ്രശ്നം വന്ന എനിക്കൊരു പ്രശ്നം വന്ന എൻ്റെ വീട്ടിൽ പറയുകയും എൻ്റെ വീട്ടിലുള്ളവർക്ക് അത് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. അവർ ബഹളം ഉണ്ടാക്കി അവർ കൂടുതൽ വലിയ പ്രശ്നത്തിലേക്ക് ചെല്ലില്ല എന്ന് കുട്ടികൾക്ക് ബോധ്യം ഉണ്ടാവണം. അതിനുള്ള ഒരു പറയാനുള്ള ധൈര്യം, വഴക്ക് പറയുന്നുള്ള പേടി കാരണം ധൈര്യം കൊടുക്കാതിരിക്കില്ല. അതായത് ഈ എന്ത് വഴക്ക് പറഞ്ഞാലും ശരി, അച്ഛനമ്മമാരാ, അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. അപ്പൊ ആ വഴക്കിനകത്തൊന്നും യാതൊരു കാര്യവും ഇല്ല. അപ്പൊ നമ്മൾ ഒരാളെ വഴക്ക് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും പിണങ്ങിയിരിക്കല്ലേ കുട്ടികളോട്. ഈ പിള്ളേര് പിണങ്ങും, നമ്മൾ തിരിച്ച് പിണങ്ങാൻ പാടില്ല അല്ലേ? നമ്മളത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ സമാധാനമായിട്ടിരിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളത് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു രീതി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. കുട്ടികളോട് തീർച്ചയായിട്ടും എന്ത് വന്നാലും നമ്മളോട് പറയാൻ ഉള്ള സ്വാതന്ത്ര്യവും, നമ്മളോടാണത് പറയേണ്ടത്. നമ്മൾ കഴിഞ്ഞിട്ടേ വേറെ എന്ത്, മാതാപിതാക്കൾ കഴിഞ്ഞിട്ടേ വേറെ എന്തും ഉള്ളൂ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. അത് ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ മനസ്സിൽ കയറ്റണം. നമ്മുടെ അടുക്ക വന്ന് ചില മാതാപിതാക്കൾ പറയും, ഡോക്ടറോട് ഇനി അവൻ എന്തെങ്കിലും നേരിട്ട് പറയാനുണ്ടല്ലോ, ഞങ്ങൾ മാറിയേക്കാന്ന്. ഞാൻ ചോദിക്കും, നിങ്ങളോട് പറയാത്ത എന്ത് കാര്യം എന്നോട് പറയണ്ടേ? ഞാനാരാ? അത് കഴിഞ്ഞിട്ടുള്ള ആളാ, ഇവരുടെ ഈ പ്രൈമറി ഇത് കഴിഞ്ഞിട്ടുള്ള ആളാ ഞാൻ, അല്ലേ? അപ്പൊ നമ്മുടെ അതോറിറ്റി നമ്മൾ വിട്ടുകൊടുക്കല്ല. നമ്മൾ അച്ഛനമ്മമാരാ, നമ്മളാണ്. അത് കഴിഞ്ഞിട്ട് ടീച്ചർമാരോ ഡോക്ടർമാരോ വേറെ ആരും ഉള്ളൂ, കൂട്ടുകാരോ. അപ്പൊ അതോറിറ്റി നമ്മളാണെന്നുള്ളത് കുട്ടികളെ ചെറുപ്പത്തിലെ ബോധ്യപ്പെടുത്തണം. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ ഈ കുട്ടികളുടെ പെരുമാറ്റത്തിൽ ചെറിയ വ്യത്യാസം കണ്ട നമ്മൾ ഉടനെ പോയി ചോദിക്കണ്ട. പക്ഷെ 3-4 ദിവസം ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് എന്താടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം, കുഴപ്പമില്ല. ഒരു കാര്യമായ ഒരു സംശയം നമുക്ക് തോന്നിയാൽ പെരുമാറ്റത്തിൽ പ്രധാനമായിട്ട് വരിക ലേറ്റ് ആയിട്ട് വരിക, നോർമൽ ഒരു ഇതിനേക്കാളും താമസിക്കുക, അതുപോലെ മുറിയിൽ അടച്ചിരിക്കുക, ചെറിയൊരു കള്ളത്തരം. പിള്ളേർ കള്ളത്തരം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാറില്ല. തട്ടിപ്പും വെട്ടിപ്പും കാണിക്കാത്ത പിള്ളേരില്ല, നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചെറിയ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നമ്മൾ കണ്ണടയ്ക്കും, പക്ഷെ അത് നമുക്ക് മനസ്സിലാവും ഇത് തട്ടിപ്പാണെന്നല്ലേ. അത് അപ്പം പറഞ്ഞിട്ടേലും നമ്മളത് വിട്ട് കളയണ തട്ടിപ്പാണ് നമുക്ക് മനസ്സിലായി എന്ന് പിന്നെ ഒന്ന് ഇത്തിരി സ്നേഹത്തോടെ പറഞ്ഞാൽ പിള്ളേർക്കും പിടികിട്ടും. നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ വിട്ട് കളയും, എല്ലാത്തിൻ്റെ പുറകെ നമ്മൾ പോകത്തില്ല. പക്ഷെ പ്രശ്നമുള്ള സാധനം ആണെങ്കിൽ നമ്മളത് പരിഹരിക്കും. അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. എനിക്കത് പരിഹരിക്കാൻ പറ്റും എന്നേ നമ്മൾ കുട്ടികളോട് പറയാവുള്ളൂ. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആ രീതിയിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞാൽ അവർ നമ്മളോട് എങ്ങനെ വന്ന് പറയും. അറ്റ്ലീസ്റ്റ് കുട്ടികളുടെ അടുത്തെങ്കിലും ചെറുപ്പം മുതലേ എന്തുണ്ടെങ്കിലും ശരി, ഞങ്ങളുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെറിയ പ്രായത്തിലെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഏത് പ്രായമായാലും ശരി, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവര് നമ്മുടെ അടുക്ക പറയും. അതെ, നമ്മൾ സ്ട്രോങ് ആയിരിക്കുക. നമ്മൾ സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. ഫേം ആയിരിക്കുക. നമ്മളാണ് അതോറിറ്റി, നമ്മൾ നിയന്ത്രിക്കണം. നമ്മളുടെ നിയന്ത്രണത്തിൽ അവർ നിന്നേ പറ്റൂ ഒരു പെർട്ടിക്കുലർ പ്രായമാവണ വരെ. ഞാനൊക്കെ വരുന്ന പിള്ളേരോട് പറയും, നിങ്ങൾക്ക് പിള്ളേരാവണ വരെ അച്ഛനമ്മ പറയണ കേട്ടു, നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ മര്യാദയ്ക്ക് നോക്കുന്നതാകുമ്പോൾ പിന്നെ നിങ്ങളുടെ വഴിക്ക് വിടാം. അതുവരെ അച്ഛനമ്മമാർ പറയണ കേൾക്കണത് തന്നെ നല്ലത്. പക്ഷെ അത് പറയാനുള്ള പെരുമാറ്റം അച്ഛനമ്മമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് നമ്മൾ പേടിച്ചാലോ കരഞ്ഞാലോ അതിന് നമുക്ക് കുറച്ച് ജനറൽ അവയർനെസ് വേണം. ചുറ്റിനും നടക്കുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് വിവരം വേണം, എന്നാലേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ആരോട് ചോദിക്കണം എന്നുള്ള കാര്യം നോക്കണം. നാണക്കേടോ മറ്റെന്തെങ്കിലും വിചാരിച്ചോ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഒരാളോടും ചോദിക്കാതിരിക്കില്ല. വേണ്ട, ശരിക്കും ചോദിക്കേണ്ട ആൾക്കാരോട് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചോദിക്കണം. മൂടി വെച്ചോണ്ടിരുന്ന് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കരുത്. ഇത്രയൊക്കെ ഉള്ളൂ. ലഹരി വസ്തുക്കൾ ഇതാണ് പ്രധാനമായിട്ട്. താമസിച്ചു വരിക, പിന്നെ ഇത്തിരി ഒരു ഒളിക്കല് നമുക്ക് മനസ്സിലാവും. പുകവലിയൊക്കെയാണ്
പലപ്പോഴും നമ്മൾ അറിയാൻ ഏറ്റവും കോമൺ ആയിട്ട് മദ്യപാനമൊക്കെ എപ്പോഴും ഉണ്ടാവില്ല, പക്ഷെ വലിച്ചിട്ട് വരുന്ന ദിവസം മുഖഭാവത്ത് നമുക്ക് വ്യത്യാസം മനസ്സിലാവും. അപ്പൊ കുട്ടികൾ വീട്ടിൽ വരുന്ന സമയത്ത് എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികളുടെ പുറകെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടായിന്ന് വരില്ല. പക്ഷെ ഉള്ള ആൾക്കാർ വരുന്ന സമയത്ത് കുട്ടികൾ നമ്മുടെ അടുക്ക പുറത്ത് എവിടെ നിന്ന് പോയിട്ട് വന്നാലും വരുന്ന സമയം ഒരു 2-3 മിനിറ്റ് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയും. കുറച്ച് കഴിഞ്ഞ് അവർ പറയത്തില്ല, വന്ന് കയറുന്ന ഇതിന്റെ ഫ്ലോയിൽ അവരൊന്നും ആലോചിക്കുന്നുണ്ടാവില്ല. അപ്പൊ അവർ പറയാം. ആ ഒരു സമയം നമുക്ക് കിട്ടിയാൽ ഞാൻ പരമാവധി പറ്റുന്ന ആൾക്കാരോടൊക്കെ പറയും, കുട്ടികൾ സ്കൂളിൽ നിന്ന് കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴേ സ്കൂളിൽ നിന്ന് വരുമ്പം ആ വിളിച്ചോണ്ട് വരിക. മീൻസ് വീടിന്റെ തൊട്ടടുത്ത് വന്ന് ബസ് ഇറങ്ങിയാലും തനിയെ നടന്നെങ്കിൽ വരാനുള്ളതേ ഉള്ളായിരിക്കും. എന്നാലും നമുക്ക് സമയമുണ്ട്, നമ്മൾ അവിടെ പോയി നിന്ന് ആ നടന്നു വരുന്ന സമയത്തായിരിക്കും പിള്ളേർ വിശേഷം പറയുന്നത്. അല്ലാണ്ട് വിളിച്ചിരുന്ന് ആ വിശേഷം പറയടാന്ന് പറഞ്ഞാൽ ഒരാളും ഒന്നും പറയില്ല. അതുണ്ടെങ്കിൽ ഇത്തിരി വലുതായാലും നമ്മൾ പിന്നെ വിട്ടാലും വന്നു കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും വ്യത്യാസം. അത് നമ്മൾ അപ്പം തന്നെ തിരിച്ചറിയണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നന്ദിയുടെ ഒരു വാക്ക്. ഏറ്റവും സ്നേഹം നിറഞ്ഞ തോമസിയേട്ടൻ ടീമംഗമായ ഡോക്ടർ ഗംഗാജി കൈമൾ, മറ്റ് ടീമംഗങ്ങളെ, PT എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളിൽ നല്ല ശീലം വളർത്തിയെടുക്കാനായിട്ട് മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ അതിനൊരു ആമുഖമായിട്ട് തോമസിയേട്ടൻ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് ഡോക്ടർ ഗംഗാജി കൈമള് കുട്ടികളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ അവരുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, അവരുടെ ഒരു ചിട്ട വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, മാതാപിതാക്കൾ ഒരു സൂപ്പർവൈസറായിട്ട് സൂപ്പർവൈസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ വളരെ വിശദമായ രീതിയിൽ നമുക്ക് വേണ്ട ബോധവൽക്കരണം നടത്താനായിട്ട് ഡോക്ടറുടെ ക്ലാസ് വളരെയേറെ നമ്മളെ സഹായിച്ചു. അപ്പോൾ ഈ ഡോക്ടറുടെ ഈ ക്ലാസ്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കുവാനും അവരെ നേർവഴിയിൽ മുന്നോട്ട് നയിക്കുവാനും നമുക്കെല്ലാവരും സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതിന് ഡോക്ടറുടെ ഈ ക്ലാസ് വളരെയേറെ ഉപകരിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു ക്ലാസ് എടുക്കുകയും നമുക്ക് വേണ്ട ബോധവൽക്കരണം നടത്തുകയും ചെയ്ത തോമസിയേട്ടൻ ആദ്യമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് PT സെക്രട്ടറി എന്നുള്ള പേരിൽ എൻ്റെ നന്ദി കൃത്യമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതിനെ തുടർന്ന് നമുക്ക് ഡോക്ടർ വളരെ വിശദമായ രീതിയിൽ ക്ലാസ് എടുക്കുകയുണ്ടായി. ഡോക്ടർ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡോക്ടർ വളരെ വിശദമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രവൃത്തിരായിട്ട് മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിന് വളരെ മനോഹരമായ രീതിയിലും കൃത്യമായിട്ടും വേണ്ട വിവരം നമുക്ക് പകർന്നു തന്ന ഡോക്ടർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് ഉടനീളം നമ്മുടെ കൂടെ ആയിരിക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്ത പുതിയ PTA പ്രസിഡന്റ് KC വർഗീസ് സാറിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. PTA വൈസ് പ്രസിഡന്റ് ജയ്മോഹൻ രാജനും അതുപോലെ തന്നെ MPTA പ്രസിഡന്റ് ലക്ഷ്മി രതീഷിനും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും ഉപരിയായിട്ട് ഈ ഒരു മീറ്റിംഗ് ഇത്രയും വിജയപ്രദമാക്കുവാനായിട്ട് സഹകരിച്ചത് മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ ഹോൾ നിറയെ ഇട്ടിരുന്ന ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ നിറച്ച് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ ഈ മീറ്റിങ്ങിനെ പ്രവൃത്തമാക്കി. ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾ എത്രത്തോളം തൽപരരാണ്, ആകാംക്ഷയുള്ളവരാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി തന്നു നിങ്ങൾ ഈ സാന്നിധ്യം വഴിയായിട്ട്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് PTA ജനറൽ ബോഡിയുടെ ആദ്യത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ രക്ഷകർത്താക്കൾക്കും സെന്റ് ഫിലോമിനാസ് ഗേൾസ് ഹൈസ്കൂളിന്റെ പേരിലും ഹെഡ്മിസ്ട്രസ് റാണി ടീച്ചറിന്റെ പേരിലും അതുപോലെ PTA സെക്രട്ടറി എന്റെ പേരിലും കൃത്യമായ ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം
നമ്മുടെ മിസ്സസ് റാണി ടീച്ചർ അവസാനം എല്ലാ പരിപാടികളിലും ഇവിടെ സന്നിഹിതയായിരുന്നു. ടീച്ചറിന്റെ നല്ല വാക്കുകൾ കൊണ്ട് നമ്മളെ പ്രവൃത്തിലാക്കി. ടീച്ചറിനും ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. അതുപോലെ കുട്ടികളായിട്ടുള്ള 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഈ മീറ്റിംഗ് തുടങ്ങിയുള്ള സംബന്ധിച്ച് അവർ രാവിലെ വന്ന് കഷ്ടപ്പെടുകയാണ്. രാവിലത്തെ മീറ്റിങ്ങിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർ ചായ സൽക്കാരത്തിനും മറ്റുമൊക്കെ ആയിട്ട് അവർ സന്നിഹിതരും. അതുപോലെ തന്നെ മറ്റു കുട്ടികൾ ഈ ക്ലാസ്സിൽ ശ്രദ്ധാപനം കേൾക്കും. അവരിലും നമുക്ക് മാറ്റം പ്രതീക്ഷിക്കാമെന്ന് കരുതുകയാണ്. കുട്ടികൾ ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒത്തിരി നന്നായിരുന്നു. വലിയ സന്തോഷം തോന്നി. ഒത്തിരി സ്കൂൾ വഴി നമ്മൾ ഒത്തിരി ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും പേര് വന്ന സ്കൂള് നമ്മുടെ ഈ സ്കൂള് മാത്രമാണ്. നിങ്ങളുടെ സഹകരണത്തിന് വലിയ നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമൊക്കെ വരുമ്പോൾ നിങ്ങൾ വരികയും അതുപോലെ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെയും കൂടെയൊക്കെ കൂട്ടിക്കൊണ്ടാണ്. അവർക്കും ഇച്ചിരി ബോധമുണ്ടായി നന്നാകട്ടെ. കാരണം നിങ്ങൾ എന്ന് പറയുന്നതിൽ നല്ലതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ നവജീവൻ കൂടെ എപ്പോഴും അറിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ കൂടുതലും നമ്മുടെ അമ്മമാരാണ്. ഈ അമ്മമാര് പ്രത്യേകമായിട്ട് അപ്പൻ്റെ ആളുകളെ പിണക്കെടുത്ത് പിള്ളേരോട് പറഞ്ഞു. ഈ അമ്മമാര് കൂടുതലും അമ്മയുടെ ഈ അപ്പൻ്റെ കാശ് എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടുന്നത് ഈ അമ്മയുടെ ആങ്ങളുടെയും ചേർത്തിയുടെ അനിയത്തിയനെയിലോ കൊടുത്തിട്ട് പലപ്പോഴും അടങ്ങും പറയും, ഇത് എൻ്റെ ചേർത്തി തന്നു, അമ്മയുടെ ചേച്ചി തന്നു, അമ്മയുടെ അനിയത്തി തന്നു, അമ്മയുടെ ആങ്ങള തന്നതാ, അമ്മയുടെ അപ്പൻ തന്നതാ, അമ്മയുടെ അമ്മ തന്നതാ. അവസാനം ഈ പിള്ളേർക്ക് അപ്പൻ്റെ ആളുകളെ കണ്ണു കയറിച്ച് കാണാൻ പറ്റാം. അപ്പൊ ഇങ്ങനെ പിണക്കം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ ദോഷം പോയി. ഇപ്പം നിങ്ങളോട് അപ്പൻ്റെ ചേട്ടനെ ഇങ്ങനെ പറഞ്ഞാൽ അവരൊട്ടും കേൾക്കത്തില്ല. ഇദ്ദേഹം പറയുന്ന ഒന്നും കേൾക്കേണ്ടെന്ന് അമ്മ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. മനസ്സിലായി. ഇത് മെഡിക്കൽ കോളേജിൽ തന്നെ ഒത്തിരി കൂടുതലായിട്ട് കിടക്കുന്ന രോഗികളുടെ ആളുകൾ വരുമ്പം ചെറുപ്പക്കാർ പറയുന്നത് അവരപ്പൻ്റെ ചേട്ടനെ കിടക്കും പറയും, എൻ്റെ തോമസേട്ടൻ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാ പഠിച്ച് ഞങ്ങളുടെ അമ്മയുടെ ആളുകളാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഇരിയാനൊന്നും ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തില്ല, അതിന് ചുമ്മാ വന്നേ ഉള്ളൂ. എന്നാൽ ഈ കള്ളന്മാരെന്ന് മരിക്കാറായി വരുമ്പോഴെങ്കിലും ഈ കള്ളത്തരാണെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ് മരിച്ചു പോയാൽ എന്തൊരു സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ചെയ്യത്തുമില്ല. പിള്ളേർ തലമുറയാകും തോറും പിണക്കത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു പിണക്കം നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. എല്ലാവരും കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? പറയണം അവനെ അച്ഛൻ്റെ ചേട്ടന്, അച്ഛൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാർ, അച്ഛൻ്റെ അനിയനൊക്കെ വരുമ്പോൾ നിങ്ങൾ അവരെ കൂടുതൽ സ്നേഹിക്കണം, അവരോട് അനുസരണ വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇല്ലാത്ത കുശുമ്പും കുന്നായ്മ എല്ലാം ഈ കുഞ്ഞുങ്ങളുടെ തലയെ കൊടുത്ത് വളർത്തിയേക്കരുത്. അത് അവസാനം ഈ കുഞ്ഞുങ്ങളെയും തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഒത്തിരി പേർക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതൊരാഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. കാരണം നല്ലൊരു ശതമാനം കുടുംബങ്ങളിലെ ആ ഒരു നല്ല കുടുംബസ്നേഹമില്ല. അതെല്ലാം ഈ കുഞ്ഞുങ്ങളോട് ഈ കുശുമ്പും നുണയെല്ലാം പറഞ്ഞു കൊടുത്ത് ഇതുങ്ങളെല്ലാം ഒരു പിണക്കത്തിൽ ചെയ്യും. എൻ്റെ സ്വന്തം അനുഭവം. 3ാമത്തെ തലമുറ വന്നിട്ട് ഈ പിണക്കം അവസാനിച്ചിട്ടില്ല. ആരാ പറഞ്ഞ ചത്തുപോയ അമ്മ പറഞ്ഞേ കൊഞ്ചു പോയാ ഷെട്ട പറയാ കണ്ടാൻ വേണ്ടത് 10 വയസ്സായിട്ട് പറഞ്ഞേപ്പിച്ചാ കുഴിയിലോട്ട് പോയ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. പിള്ളേരെല്ലാം ഒരുമിച്ച് ജീവിക്കട്ടെ. ചേട്ടാനിയന്മാരുടെ മക്കളും പെങ്ങന്മാരുടെ മക്കളും എല്ലാം അവർ ഒരുമിച്ച് ജീവിക്കട്ടെ. അവരെ സ്വരൂപിക്കാൻ നിങ്ങളൊരാഗ്രഹം ഉണ്ടാക്കി കൊടുക്കണമെന്നൂടെ ഈ അവസരത്തിൽ ഒന്ന് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ കുടുംബത്തിലെ സഹോദരങ്ങളും നിങ്ങളുടെ മക്കളും എല്ലാവരും അവർ നല്ലവരായി വലിയവരായി ജീവിക്കട്ടെ. അവരൊരു വലിയ ഞാൻ ഒത്തിരി സ്ഥലത്ത് പള്ളി വഴിയൊക്കെ കൂടുതൽ ധ്യാന പ്രസംഗത്തിന് പറയുന്ന ഒരു ഭാഗം പറഞ്ഞു. പെങ്ങന്മാരൊക്കെ പിള്ളേർ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സാധനമില്ല, തേയിലയില്ല, പഞ്ചസാരയില്ല, കാപ്പിപ്പൊടിയില്ല, കറിയില്ല, ചോറുമില്ല, ഒന്നുമില്ല. അതേസമയത്ത് നമ്മുടെ ഭാര്യമാരുടെ ആങ്ങളമാരെ കേൾത്തി എനിക്ക് അവിടെ കറിയുണ്ട്, ചോറുമുണ്ട്, കേക്കുമുണ്ട്, ലഡുവുണ്ട്, ജിലേബിയുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഈ ഒരു വേർതിരിവ് നമ്മൾ ഉണ്ടാക്കി എടുക്കരുത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പരസ്പരം സ്നേഹിച്ച് ജീവിക്കട്ടെ, പരസ്പരം സഹായിച്ച് ജീവിക്കട്ടെ, പരസ്പരം സാഹോദര്യ സ്നേഹം നിലനിർത്തി ജീവിക്കാനും കൂടെ നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഒരു വലിയ ആഗ്രഹം ഉണ്ടാകുക. ഇന്നത്തെ ദിവസം നമ്മുടെ ഈ പ്രോഗ്രാം നടന്നതിന് ഒട്ടും സമയമില്ലാത്തതെന്നൊക്കെയും ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഡോക്ടർ ഗംഗാജി കൈമൾക്ക് അവർക്കൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഓടി വരുന്നത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെ നന്നായി ജീവിക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ നന്ദയിൽ ഇങ്ങോട്ടൊന്നും കിട്ടാൻ വേണ്ടിയല്ല. നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെ സന്തോഷമായി ജീവിക്കട്ടെ.
കാരണം നവജീവന്റെ 47 അപ്പനും അമ്മയും കിടപ്പുണ്ട്, മക്കൾക്ക് വേണ്ട. ഈ അടുത്ത പ്രദേശത്ത് നിന്ന് 3 മക്കളുടെ അപ്പനെ വേണ്ട. പോലീസിൽ പരാതി കൊടുത്ത പഞ്ചായത്ത് മെമ്പർ. അവർ ഒരു മോളും 2 ആങ്ങളമാരും വന്നിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല. SI പറയുന്ന ആവശ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തന്നായിരുന്നു, നമുക്ക് നോക്കാം. ഞങ്ങൾ നന്നായിട്ട് നോക്കി. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അസുഖം കൂടാന്ന് അറിയിച്ചു, മരിക്കാരെന്ന് അറിയിച്ചു, മരിച്ചെന്നറിയിച്ചു. 3 പേരും വന്നില്ല. കാരിത്താസ് മോറത്തിൽ വെച്ചിട്ട് 5 ദിവസം വെച്ചുകൊണ്ട് ഒരുപാട് പേരെ കൊണ്ട് പറയിപ്പിച്ചു. വരികയില്ല. അവസാനം നമ്മൾ ദയിപ്പിക്കാൻ കൊണ്ടുപോയി മുനിസിപ്പൽ പൊതുശ്മശാനത്തിൽ. അവിടെ നിന്ന് 2 മണിക്കൂർ സമയം നോക്കിയിരുന്നു. നിങ്ങൾ കർമ്മം നടത്താനെങ്കിലും വന്നില്ല. ഞാൻ തന്നെ പ്രാർത്ഥിച്ച് ആ തിരി കൊളുത്തി ദയിപ്പിക്കാൻ. സ്വന്തം മക്കള് പോലും ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ സഹോദരങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് സ്വരൂപിച്ച് ജീവിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹം പറയാം, തെറ്റാണെന്ന് പലർക്കും തോന്നും. ഇനിയുള്ള കാലത്ത് ഒരു 3-4 മക്കളെ ഇരുന്ന് ഒരെണ്ണയും നമ്മളെ നോക്കുക. ആകെപ്പാടെ 2 എണ്ണം ആകുമ്പോഴത്തേന് ആകെപ്പാടെ കുഴപ്പമാണ്. അപ്പോൾ ഒത്തിരിയേറെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നിങ്ങളുടെ മക്കളെ ഞങ്ങളൊരു കവറൊക്കെ കൊടുത്തുവിടും. പൈസയ്ക്കല്ല, നോട്ടീസ്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇനിയും നമ്മുടെ ടീച്ചർ അറിയിക്കും, ഓരോ പ്രോഗ്രാമിനെ അറിയിക്കും. നിങ്ങൾ വരുമ്പോൾ പ്രത്യേക നറുക്കടിയിലെ സമ്മാനദാനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിനി നിങ്ങളെ അറിയിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് നല്ല നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടും. നറുക്കിട്ടാൽ കിട്ടുന്നത് പുതിയ സാരിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് സ്കൂളിൽ ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാലേ വരുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ വരുള്ളൂ. അതുകൊണ്ട് ഗൃഹോപകരണം, സാരിത്തരങ്ങളെല്ലാം അടുത്ത പ്രോഗ്രാമിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും വരിക. അയൽവക്കത്തെ പിണങ്ങിയിരിക്കുന്ന സഹോദരിമാരെ കൂടെ കൂട്ടിക്കൊണ്ട് വരിക കേട്ടോ. ഇഷ്ടമുള്ളവരെല്ലാം ഇഷ്ടമില്ലാത്തവരെയാണ് കൂട്ടിക്കൊണ്ട് വരിക. ഒരിക്കൽ കൂടെ ഞങ്ങളെല്ലാവരുടെയും നന്ദി, സ്നേഹവും പ്രാർത്ഥനയും ആശംസിക്കുന്നു. നമസ്കാരം. നമ്മുടെ മീറ്റിംഗ് സമാപിച്ചു. എല്ലാവർക്കും നന്ദി.